ആസ്പിരൻസ് ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന എക്സാമിൻ്റെ മൊഡ്യൂൾ 2 ടോപ്പിക് ആയിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് സെയിം ഹൈറ്റ് റെപ്രസെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്നു. നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാൻ എബിലിറ്റി ഉള്ളവരെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. ഈ ഫ്ലൂയിഡിൽ റെസ്റ്റിലായിരിക്കുമ്പം ഞാൻ ഒരു ഫ്ലൂയിഡ് എടുക്കുന്നു. ഈ ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ റെസ്റ്റിലായിരിക്കുമ്പം എല്ലാ പോയിന്റിലും ഒരേ ഹൈറ്റിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ഇപ്പോൾ ഈ സെയിം ഹൈറ്റ് ഇത്രയും ഹൈറ്റ് സെയിം അല്ല എല്ലായിടത്തും. അപ്പോൾ എല്ലാ സെയിം ഹൈറ്റിലുള്ള പ്രഷറുകളും, അതായത് ഈ പോയിന്റിലെ പ്രഷറും ഈ പോയിന്റിലെ പ്രഷറും ഈ പോയിന്റിലെ പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഏത് ലോ ആണ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽസ് ലോ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എ ആണ് കറക്റ്റ് ആൻസർ. പാസ്കൽസ് ലോ ആണ് പറയുന്നത് നമ്മളൊരു ഫ്ലൂയിഡിനെ റെസ്റ്റിലെടുക്കുന്നു. സെയിം ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സിലെയും പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് പാസ്കൽ ലോ ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസ്കൽ ലോയുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെ കേസസിലാണ്? അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, പാസ്കൽ പാരഡോക്സ് എന്നീ ഡിവൈസസിലാണ് നമ്മൾ ഈ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ആവാം. ഡാഷ് ഈസ് എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, സോളിഡ്സിൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ. സോ സോളിഡ്സിൻ്റെ കേസിൽ സോളിഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് നമ്മൾ സോളിഡ്സിൽ ജനറലി പറയും. പക്ഷേ നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ കേസ്, ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലോ ചെയ്യാൻ എബിലിറ്റി ഉള്ളവരെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ ഈ ഫ്രിക്ഷന് പകരം പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ്. ഫ്ലൂയിഡ്സ് രണ്ട് പേരുണ്ട്, അതൊന്നും ഓർക്കണേ. നമുക്കറിയാം ഫ്ലോ ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ ജനറലി പറയുന്നത് ലിക്വിഡിനെയും അതുപോലെ തന്നെ ഗ്യാസിനെയുമാണ്. ലിക്വിഡും ഗ്യാസും എന്തിന് എക്സാമ്പിളാണ്? ഫ്ലൂയിഡ്സിന് എക്സാമ്പിളാണ്. രണ്ട് പേർക്കും ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഫ്ലൂയിഡ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പം അവരുടെ ഫ്ലോയ്ക്ക് റെസിസ്റ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ആ മെഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് വിസ്കോസിറ്റി എന്നാണ്. കാരണം ഈ വിസ്കസ് ഫോഴ്സ് കാണിക്കാനുള്ള ഫ്ലൂയിഡ്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു മെഷർ, ഇതിനെ നമ്മൾ ജനറലി പറയും വിസ്കോസിറ്റി. ഓക്കെ, സോ ഡാഷ് ഈസ് എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി കാരണമാണ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വിസ്കസ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി മൂലം ലിക്വിഡ് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യാവുന്നത് റെസിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ലിക്വിഡ്സും ഗ്യാസസും, അതായത് ജനറലി ഫ്ലൂയിഡ്സിനാണ് ഈ വിസ്കസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ടു ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പം നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാൻജൻഷ്യൽ സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത സ്ട്രെയിൻ ഏതാണ്? അപ്പോൾ എന്താണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടറാണ്. ഓക്കെ, ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ബേസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇതിൻ്റെ ബേസ് നമ്മളിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിലേക്ക് ഞാൻ ഇങ്ങനൊരു ഫോഴ്സ് കൊടുത്തു, ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ സിലിണ്ടർ ചെറുതായിട്ട് ഒന്ന് ഡിസ്പ്ലേസ്ഡ് ആകും. ഓക്കെ, ഇനിഷ്യലി ഇങ്ങനെ ഇരുന്ന സിലിണ്ടറാണ്, അത് ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഡിസ്പ്ലേസ്ഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളിതാ ഇവിടെ നോക്കിയേ, നേരെ ഇരുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകൾ വശത്തായിട്ട്, അതായത് ഈ ഒരു പാരലൽ പ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുത്തപ്പം ഒബ്ജക്റ്റ് ഇതാ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ്ഡ് ആയി. നേരെ ഇരുന്ന ഒബ്ജക്റ്റ് അല്ലേ, ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് ബെൻഡ് ചെയ്തു. അപ്പം ഇത്തരത്തിൽ കൊടുക്കുന്ന ഫോഴ്സാണ് ടാൻജൻഷ്യൽ ഫോഴ്സ്. നമ്മളിപ്പോൾ കൊടുത്തത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. അപ്പം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൽ
ടാൻജൻഷ്യലി ഒരു ഫോഴ്സ് കൊടുക്കുമ്പം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. അതായത് ടാൻജൻഷ്യലി അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഈ ടാൻജൻഷ്യൽ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന സ്ട്രെയിൻ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നിങ്ങൾ നോക്കിയേ, ആദ്യം ഈ വസ്തു ഇരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഇപ്പം വസ്തുവിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറി. വസ്തുവിൻ്റെ ഷേപ്പ് മാറുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഇത് ഷിയറിംഗ് സ്ട്രെയിൻ. വസ്തുവിൻ്റെ ഷേപ്പിന് മാറ്റം വന്നാൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി വസ്തുവിൻ്റെ ലെങ്തിൽ മാറ്റം വന്നാൽ നമ്മൾ പറയും അത് ലീനിയർ സ്ട്രെയിൻ ആണ്. ഇനി വോളിയത്തിലാണ് മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് പറയാം വോളിയം സ്ട്രെയിൻ ആണ്. ഇവിടെ നമ്മളൊരു ടാൻജൻഷ്യൽ സ്ട്രെസ് കൊടുത്തപ്പം അതിൻ്റെ ഷേപ്പ് മാറിയത് ഈ ഒരു ഷേപ്പായി. ഈ ഷേപ്പിനെ നമ്മൾ പാരലോ പൈപ്പഡ് എന്നാണ് കേട്ടോ ഈ ഷേപ്പിനെ പറയുന്നത്, പാരലോ പൈപ്പഡ്. പാരലോ പൈപ്പഡ് ഷേപ്പ് എന്ന് പറയും. സോ ഈ പാരലോ പൈപ്പഡ് ഷേപ്പ് ഇത് അറ്റൈൻ ചെയ്യുമ്പം എന്താ മാറിയത്? അതിൻ്റെ ഷേപ്പാണല്ലേ മാറിയത്. അപ്പോൾ ഷേപ്പിന് മാറ്റം വരുമ്പോൾ അതിനുണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മളിവിടെ ഷിയറിംഗ് സ്ട്രെയിൻ ഈ ഒബ്ജക്റ്റിനുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷിയറിംഗ് സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ എത്രമാത്രമാണോ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്, ആദ്യം ഈ പൊസിഷനിൽ ഇരുന്നു, ഇപ്പോൾ അതിന് ചെറുതായിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലേ, ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെയിൻ കിട്ടും. സോ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്നും ഇതിനെ അറിയപ്പെടും കേട്ടോ. ഷിയറിംഗ് സ്ട്രെയിനും കറക്റ്റ് ആണ്, ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്നും ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുക്കാറുണ്ട്, അതും കറക്റ്റ് ആണ്. സോ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നത് എത്രമാത്രമാണോ പ്ലേറ്റ്സുകളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തത്. ഇപ്പം ഇങ്ങനെ ഇരുന്ന ആൾ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചേഞ്ച്, അവിടുത്തെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഈ സിലിണ്ടറിന് എത്രമാത്രം ലെങ്ത് ഉണ്ടായിരുന്നു ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, യങ്സ് മോഡുലസ് ഫോർ എ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ഈസ്. ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡിയുടെ യങ്സ് മോഡുലസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പം നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിന്റെയും സ്ട്രെയിൻ്റെയും റേഷ്യോ ആണ്. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും റേഷ്യോയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബോഡി ശ്രദ്ധിക്കുക, പെർഫെക്റ്റ്ലി റിജിഡ് ആണ്. പെർഫെക്റ്റ് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ബോഡി ഇരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ബോഡിയിലേക്ക് ഞാൻ എന്താ ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഇതൊരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ്. അതായത് ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പം ഒബ്ജക്റ്റിന്റെ ഷേപ്പോ സൈസോ ഒക്കെ മാറാൻ നോക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പം ഇവിടെ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഈ സിസ്റ്റം ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അതായത് നമ്മളൊരു പെർഫെക്റ്റ് റിജിഡ് ബോഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്ര ഫോഴ്സ് കൊടുത്താലും പെട്ടെന്ന് തന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ഷേപ്പിലേക്ക് വരുന്നു. അതായത് അവിടെ ഒരു ഡീഫോമേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അവിടെ എന്തെങ്കിലും ലെങ്തിലോ ഏരിയയ്ക്കോ വോളിയത്തിനോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല? മാറ്റം വരില്ല. നമ്മളിപ്പോൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നോ ആ ഫോഴ്സ് കിട്ടുമ്പോൾ പെട്ടെന്ന് ഒബ്ജക്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ മാറാൻ ശ്രമിച്ചതിന് ശേഷം പെട്ടെന്ന് അത് എന്ത് ചെയ്യും? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. നമ്മുടെ എലാസ്റ്റിക് ബോഡി ഇല്ലേ, അതുപോലെ തന്നെ എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മൾ ആ ഫോഴ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒബ്ജക്റ്റ് പെട്ടെന്ന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരും. അതേ തരത്തിലുള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. ഏത് മൊമെന്റിലാണോ ആ ഡീഫോമിംഗ് ഫോഴ്സ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും വരും. അതായത് പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡികളിൽ സ്ട്രെയിൻ ഉണ്ടാകില്ല, സ്ട്രെയിൻ ഒട്ടും തന്നെ ഉണ്ടാകില്ല. അപ്പം നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ അല്ലേ. അതിൻ്റെ ഏത് ഡയമെൻഷനിലാണോ മാറ്റം വരുന്നത് അതിനെ നമ്മൾ ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് റിജിഡ് ബോഡിയിൽ എന്ത് പറ്റുന്നില്ല? ഡയമെൻഷൻ ഒന്നും മാറ്റം വരുന്നില്ല, അതിന് സ്ട്രെയിൻ ഉണ്ടാകുന്നില്ല. സോ ഇവിടെ നോക്കിയേ, നമ്മളൊരു പെർഫെക്റ്റ് റിജിഡ് ബോഡി എടുക്കുന്നു. അപ്പം നമ്മൾ പെർഫെക്റ്റ് റിജിഡ് ബോഡിക്ക് സ്ട്രെയിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തത്. y ഈക്വൽസ് സ്ട്രെസ് ബൈ
സ്ട്രെയിൻ്റെ വാല്യൂ എന്താണ് 0, 1/0. ഏതൊരു നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻഫിനിറ്റി ആണ് അല്ലേ. സോ ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിക്ക് യങ്സ് മോഡുലസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഇൻഫിനിറ്റി ആണ്. യങ്സ് മോഡുലസിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. പിന്നെ ഓർത്തു വെക്കുക, പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡിയുടെ കേസിൽ സ്ട്രെയിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ട്രെയിൻ്റെ വാല്യൂ 0യും അതിൻ്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ ഇൻഫിനിറ്റിയും ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ ലോ ദാറ്റ് റിലേറ്റ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് ഡീഫോർമേഷൻ. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറ്റിയും അവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ പറ്റിയും റിലേറ്റ് ചെയ്യുന്ന ലോ ഏത്? ഇതിൻ്റെ ആൻസർ ഹുക്സ് ലോ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹുക്സ് ലോ? നമ്മൾ ഒരു ഒബ്ജക്റ്റ്, നമ്മൾ മെയിൻലി സ്പ്രിങ്ങിൻ്റെ കേസ് വെച്ചിട്ടാണ് അല്ലേ ഹുക്ക്. റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഹുക്സ് ലോ മുന്നോട്ട് വെച്ചത്. ഇയർ ഓർത്ത് വെക്കുക, 1679 ഹുക്സ് ലോ മുന്നോട്ട് വെച്ചത്. ഹുക്സ് ലോ നമ്മൾ എന്താ പറയുന്നത്? ഹുക്സ് ലോ പറയുന്നത് നമ്മളൊരു സ്പ്രിങ് എടുക്കുന്നു. ഞാൻ ഇവിടെ ഒരു റോഡിലേക്ക് അറ്റാച്ച് ചെയ്ത ഒരു സ്പ്രിങ്, ഒരു ഭിത്തിയിലോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തൊരു സ്പ്രിങ് എടുത്തു. ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. സോ ഇവിടെ ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എനിക്കൊന്ന് വർദ്ധിപ്പിക്കണം, അതുകൊണ്ട് ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ലെങ്ത് അല്പം കൂടി നീണ്ടു അല്ലെ. നേരത്തെ ഇത്രയും ലെങ്തേ ഉള്ളായിരുന്നു, ഇപ്പം ലെങ്ത് അല്പം കൂടി നീണ്ടു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഡയറക്ഷനിലല്ലേ വസ്തു ഡിസ്പ്ലേസ് ചെയ്തേ. ഇപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അതേ ഡയറക്ഷനിൽ തന്നെ വസ്തുവിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എപ്പോഴാണോ ഒരു വസ്തുവിൽ ഒരു ഡീഫോമിംഗ് ഫോഴ്സ്, അതിന്റെ ഷേപ്പോ സൈസോ ഒക്കെ മാറ്റാനുള്ള ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്, അതേ മൊമെന്റിൽ തന്നെ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് അതായത് നമ്മൾ എപ്പോഴാണോ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് അതേ മൊമെന്റ് തന്നെ, ഇപ്പം ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, അതേ മൊമെന്റിൽ തന്നെ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതായത് ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ആക്ഷൻ റിയാക്ഷൻ പഠിക്കുമ്പോൾ പറയത്തില്ലേ, ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അതേ കോൺസെപ്റ്റ് തന്നെ ഡീഫോമിംഗ് ഫോഴ്സ്, ഒരു വസ്തുവിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സും അതിലുണ്ടാകുന്ന ആ വസ്തുവിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പം അതിനെ ഒപ്പോസ് ചെയ്തുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. ഇത്രയൊക്കെ അല്ലേ ഡീഫോമിംഗ് ഫോഴ്സിനെ പറ്റിയും റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറ്റിയും. അപ്പോൾ ഇതാ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ ഡയറക്ഷനിലാണ് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തത്. ഇപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ഈ ഡയറക്ഷനിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഏത് ഡയറക്ഷനിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഹലോ ചാലത്തെക്കേ മുക്കിൽ ആലിങ്കടവ് ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് വരുമ്പം ചാലത്തെക്കത്തിൽ മുക്കി. അവിടെ വന്നാൽ മതി. ആ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് വരുമ്പം ഒരു ഇൻ്റർലോക്ക് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഒരു പച്ച പെയിൻ്റ് അടിച്ച വീടാണ്. അങ്ങനെ വന്നതായിരുന്നു. ചാലത്തെക്കേ മുക്കെന്ന് പറഞ്ഞാൽ മതി, അവിടെ തന്നെ ആ വീട്. ടേണിക്കണി കാണുന്ന പച്ച കളർ വീട്. ശരി. ഓക്കെ,
അപ്പോൾ നോക്കിയേ, നമ്മുടെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എഴുതാം. റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ, അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ യൂസ് ചെയ്യും. RF = -kx. ഈ k നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സോ ഈ ലോ ആണ് ആക്ച്വലി ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ ഹുക്സ് ലോ പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ മൈനസ് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് കേട്ടോ. സോ RF = -kx. ഇതാണ് ഹുക്സ് ലോയുടെ ഇക്വേഷൻ. സോ ആൻസർ ഹുക്സ് ലോ. ഓക്കെ, അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ മെറ്റൽ വയർ വെൻ ഇറ്റ് ഈസ് സ്ട്രെയിൻഡ് ബൈ 30%, y = 200 GPa. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു മെറ്റൽ വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, മെറ്റൽ വയറിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതാ നോക്കിയേ, സ്ട്രെയിൻ എന്ന് പറയുന്നത് 30% ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 30/100. കാരണം നമുക്ക് പെർസെൻറ്റേജ് വന്നാൽ നമുക്ക് അറിയാം, എപ്പോഴും by 100 നമ്മൾ എഴുതും അല്ലെ, 30/100. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ എന്താ സ്ട്രെയിൻ പറഞ്ഞേ? സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടുത്തെ കേസിൽ യങ്സ് മോഡുലസ് ആണ് പറയുന്നത്. അപ്പൊ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെയും റേഷ്യോയാണ് യങ്സ് മോഡുലസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 30/100 അല്ലേ. അതായത് ഈ 30 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്തും 100 എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്തും ആണ് കേട്ടോ. 30/100 30 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ലെങ്ത് ഇവിടെ ചേഞ്ച് ആയി, ചേഞ്ച് ഇൻ ലെങ്ത്. 100 എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ആണ്. സോ നമുക്കിവിടെ സ്ട്രെയിൻ്റെ വാല്യൂ കിട്ടി 30/100. നമുക്ക് തന്നിരിക്കുന്നത് യങ്സ് മോഡുലസ് ആണ്. സോ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ട്രെസ് എത്ര ആണെന്നാണ്. സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇക്വേഷൻ അപ്പുറം പോകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവും. കാരണം ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന ആൾ ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ y ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. വൈയെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പം വൈയുടെ വാല്യൂ നമുക്ക് നോക്കിയേ. വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 ജിഗ. ജിഗ ഓർത്ത് നോക്കുക, ജിഗയുടെ വാല്യൂ 10⁻9 ആണ് കേട്ടോ. 10⁻9. 10⁻−9 വന്നാൽ നാനോയാണെന്ന് ഓർത്ത് വെക്കുക. 10⁻−9 വന്നാൽ നാനോ, 10⁻9 വന്നാൽ ജിഗ. ഓക്കെ, അപ്പൊ 200 ഇൻറ്റു 10⁻9 GPa ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 30/100. ഓക്കെ, ഇപ്പം ഈ 2 സീറോയും ഈ 2 സീറോയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? 2 ഇൻറ്റു 10⁻9 ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ 60 അല്ല, സോറി 30 ആണേ. 2 ഇൻറ്റു 10⁻9 ഇൻറ്റു 30. സോ 2 ഇൻറ്റു 3 6. ഈ സീറോയും കൂടെ കയറും 60. 2 ഇൻറ്റു 30 60 ഇൻറ്റു 10⁻9. നമുക്കിപ്പോൾ ഒരുമിച്ച് നമുക്കിപ്പോൾ ഈ പവേഴ്സിൻ്റെ എല്ലാ സീറോസും നമുക്ക് ഒരുമിച്ച് എഴുതാം. അതായത് 6 ഇൻറ്റു 10 ഇൻറ്റു 10⁻9. ഓക്കെ, അപ്പം 10ഉം 10⁻9 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? a⁻m ഇൻറ്റു a⁻n, a⁻m+n. അതായത് 10 എഴുതുക, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടുത്തെ പവർ 9 ആണ്, ഇവിടുത്തെ പവർ 1 ആണ്. 9 + 1 10, 10⁻10. സോ 6 ഇൻറ്റു 10⁻10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ 10⁻10 ഉണ്ട് കേട്ടോ. ഓപ്ഷൻ വന്നപ്പോൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 6 ഇൻറ്റു 10⁻10.
അപ്പോൾ ആൻസർ 6 × 10⁻10 പാസ്കൽ. വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കണം ഈ കറക്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇപ്പോൾ യങ്സ് മോഡുലസ് ഇക്വേഷൻ, ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ ഏതാണോ ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് ഓർത്ത് തന്നെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. The ratio of shearing stress to shearing strain. അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് കണ്ടേ അല്ലേ? നമ്മൾ നേരത്തെ പാരലോ പൈപ്പറ്റ് കേസ് പറഞ്ഞ ഓർമ്മയുണ്ട്. ഒരു സിലിണ്ടർ എടുക്കുന്നു, ആ സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നതാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയറിംഗ് സ്ട്രെസ്. ഈ ഷിയറിംഗ് സ്ട്രെസ് വഴി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവും. അന്നേരം ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്നതാണ് ഷിയറിംഗ് സ്ട്രെയിൻ. സോ ടാൻജൻഷ്യൽ സ്ട്രെസ്സും നമ്മുടെ ഷിയറിംഗ് സ്ട്രെയിൻ്റെയും റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് റിജിഡിറ്റി മോഡുലസ്, ഈറ്റ. അപ്പോൾ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെയും ഷിയറിംഗ് സ്ട്രെയിൻ്റെയും റേഷ്യോ ആണ്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ 1/3 വാല്യൂ ആയിരിക്കും. ഒരു സിസ്റ്റത്തിൽ യങ്സ് മോഡുലസ് തന്നിട്ട് റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഓർക്കണം, ഇപ്പോൾ യങ്സ് മോഡുലസ് എത്രയാണോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് ഈസ് ഈക്വൽ ടു 1/3 യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും റിജിഡിറ്റി മോഡുലസിൻ്റെ വാല്യൂ. ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ ഓഫ് യങ്സ് മോഡുലസ് y ഈസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു വയറുണ്ട്. ഫസ്റ്റ് കേസിൽ നമുക്കൊരു വയറുണ്ട്. അപ്പോൾ ആ വയറിൻ്റെ യങ്സ് മോഡുലസ്, നമുക്ക് യൂഷ്വലി യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോമാറ്റിൽ വരും, F/A × Δl × L. അതായത് L ലെങ്ത് ഉള്ള ഒരു വയർ, അവിടെ നമ്മൾ F ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, A ആണ് അവിടുത്തെ ഏരിയ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് Δl ആണ്. ഓക്കെ, അപ്പം നമ്മളോട് പറയുന്നു ഇതേ സംഭവം ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത് അങ്ങ് ഡബിൾ ആക്കി, ലെങ്ത് എന്ത് ചെയ്യുന്നു, ഡബിൾ ആകുമ്പോൾ എത്രമാത്രം യങ്സ് മോഡുലസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വയറിൻ്റെ കേസിൽ, അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ വയറിൻ്റെ ഇനിഷ്യലി ആ വയറിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, അപ്പം വയറിൻ്റെ ലെങ്ത് L ആണ്. പിന്നീട് നമ്മൾ ഈ വയറിലേക്ക് ഇത്തരത്തിൽ ഒരു വയർ നമ്മൾ എടുക്കുന്നു. ഈ ഒരു വയറിലേക്ക് നമ്മളിതാ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും പ്ലേസ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും ഈ വയറിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു, ഡബിൾ ആകുന്നു. അതിൻ്റെ ലെങ്ത് ട്വൈസ് ആകുന്നു. അതായത് നമുക്കിവിടെ ചേഞ്ച് ഇൻ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത്, അപ്പോൾ അതാ നിങ്ങൾ നോക്കിയേ, ആദ്യം അതിൻ്റെ ലെങ്ത് L ആയിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഡബിൾ ആയി, അതായത് ഡബിൾ ആയി, 2L ആയി. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്തായി, 2L ആയി. മൈനസ് നമ്മൾ എങ്ങനെയാ ചേഞ്ച് കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമുക്ക് കിട്ടിയത് ബൈ ഒറിജിനൽ അല്ലേ, നമുക്ക് ഇപ്പം കിട്ടിയ ലെങ്ത്. ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനെ വയറിനെ ഡബിൾ ആക്കിയപ്പം ലെങ്ത് ഡബിൾ ആക്കിയപ്പോൾ നമുക്ക് കിട്ടി 2L ആണ്. അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L അല്ലേ. അപ്പോൾ 2L - L ചെയ്യുമ്പം നമുക്ക് അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ചേഞ്ച് ഇൻ ലെങ്ത് എത്ര കിട്ടി, L എന്ന് കിട്ടി. ഇത് എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? നമ്മൾ ഈ വയർ എടുത്തു, വയറിൻ്റെ നീളം എന്ത് ചെയ്തു, ഇരട്ടിയാക്കി എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ലെങ്ത് ഡബിൾ ആയി. അപ്പം ലെങ്ത് ഡബിൾ ആയപ്പോൾ എന്ത് പറ്റി, ലെങ്ത് ഡബിൾ ആയപ്പോൾ നമുക്ക് 2L എന്ന് കിട്ടി. അപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നത് ലെങ്തിനുണ്ടായ ചേഞ്ച് ആണ്. അപ്പോൾ ഇനിഷ്യലി L ആണ്, നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2L ആണ്. അപ്പം 2Lൻ്റെയും Lൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ചേഞ്ച് ഇൻ ലെങ്ത് ആയിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം, F × L / A × Δl. Δl നമുക്ക് എന്താ കിട്ടിയത്, L തന്നെയല്ലേ.
എൽ തന്നെയല്ലേ നമുക്ക് ഡെൽറ്റ എൽ കിട്ടിയത്. അതായത് നമുക്ക് നേരത്തെ എത്രയാണോ യങ്സ് മോഡുലസ് കിട്ടിയത് ഇവിടെ കിട്ടിയ അതേ യങ്സ് മോഡുലസ് അല്ലേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലും കിട്ടിയത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പം നമ്മൾ ഒരു വയർ എടുത്തു അതിൻ്റെ ലെങ്ത് നമ്മൾ ഡബിൾ ആക്കിയാലും ലെങ്ത് ഹാഫ് ആക്കിയാലും ഒന്നും തന്നെ എന്ത് മാറില്ല, യങ്സ് മോഡുലസ് മാറില്ല കേട്ടോ. യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. യങ്സ് മോഡുലസിന് ഒരു ചേഞ്ച് ഇല്ല. ഇവിടെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആൻസറിലേക്ക് എത്തിച്ചേർന്നത്. കാരണം നമുക്ക് ഇവിടെയും കിട്ടും F/L/A ഡെൽറ്റ എല്ലിനുണ്ടായ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ഒരു യങ്സ് മോഡുലസ് ആണ്. സെക്കൻഡ് കേസിൽ നോക്കിയേ F/L/A ഇവിടെ ഡെൽറ്റ എൽ നമ്മൾ നേരത്തെ എത്ര തന്നെയാണോ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ എല്ലും ഡെൽറ്റ എല്ലും സെയിം ആണ്. അപ്പം നമുക്ക് കിട്ടും യങ്സ് മോഡുലസ് രണ്ട് കേസിലും എന്ത് തന്നെയാണ്, സെയിം ആണ്. യങ്സ് മോഡുലസിന് മാറ്റം ഉണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഒരു വയർ എടുത്തു, വയറിൻ്റെ നീളം ഇരട്ടിയാക്കി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് എഴുതാം. വയറിൻ്റെ ലെങ്ത് ഒക്കെ ഡബിൾ ആയി കഴിഞ്ഞാൽ ഒന്നും തന്നെ എന്ത് മാറില്ല, യങ്സ് മോഡുലസ് മാറില്ല. എത്രയാണോ ആദ്യം അതിൽ യങ്സ് മോഡുലസ് അതേ യങ്സ് മോഡുലസ് അവർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അത് എങ്ങനെ വന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എപ്പോഴും അങ്ങ് എഴുതിയാൽ മതി. വയറിൻ്റെ ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ യങ്സ് മോഡുലസിന് മാറ്റമില്ല. എത്രയാണോ യങ്സ് മോഡുലസ് അതുപോലെ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കിയേ. What is the velocity of a raindrop when unbalanced force on it is 0? ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഒരു റെയിൻ ഡ്രോപ്പ്, അപ്പം നമുക്കറിയാം ഈ റെയിൻ ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത് എയറിലൂടെയാണല്ലേ വരുന്നത്. നമ്മുടെ എയറിലൂടെയാണ് റെയിൻ ഡ്രോപ്പ് താഴേക്ക് വരുന്നത്. അപ്പം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഇതാ ഇവിടെ, ഇത് എയർ ആണ്, എയറിലൂടെയാണ് ഈ റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ റെയിൻ ഡ്രോപ്പിൽ ഈ എയറിലൂടെ വരുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ്, ഈ റെയിൻ ഡ്രോപ്പിൽ എന്തായാലും എന്ത് കാണും, ഒരു വെയിറ്റ് കാണും അല്ലേ. നമുക്കറിയാം എല്ലാ വസ്തുക്കൾക്കും മാസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്തുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എപ്പോഴും താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താഴേക്കൊരു വെയിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ വെയിറ്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂയിഡിലൂടെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിലൂടെയോ എയറിലൂടെയോ ഒരു വസ്തു വരുമ്പം വെയിറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുള്ള അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്ത്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ബോയൻ ഫോഴ്സ്. അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്നാണ് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് താഴോട്ടുണ്ട്, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുള്ള അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വെയിറ്റ് താഴോട്ടുണ്ട്, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്ത് അപ്ത്രസ്റ്റ് മുകളിലോട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ വസ്തു ഇങ്ങോട്ട് താഴേക്ക് വരുമ്പം ഇതിന് മുകളിലോട്ട് മറ്റൊരു ഫോഴ്സും ഉണ്ട്. അതാണ് നമ്മുടെ വിസ്കസ് ഫോഴ്സ്. അപ്പം നമുക്കറിയാം ഒരു ഫ്ലൂയിഡിലൂടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. ഫ്ലൂയിഡിലും, അതായത് ലിക്വിഡിലും ഗ്യാസിലും ഏതൊരു ഫ്ലൂയിഡ് എടുത്താലും ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ താൻ നോക്കിയേ, നെറ്റ് എത്ര ഫോഴ്സ് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് താഴോട്ട് വെയിറ്റ് ഉണ്ട്, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് എന്തുണ്ട്, വിസ്കസ് ഫോഴ്സും അതോടൊപ്പം അപ്ത്രസ്റ്റും ഉണ്ട്. കുറേ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റും മുകളിലോട്ടുള്ള വിസ്കസ് ഫോഴ്സ് പ്ലസ് അപ്ത്രസ്റ്റും ഈക്വൽ ആയിട്ട് മാറും. അതായത് ഇപ്പൊ ടോട്ടൽ വെയിറ്റ് 10 ആണെങ്കിൽ നമ്മുടെ വിസ്കസ് ഫോഴ്സും അപ്ത്രസ്റ്റും കൂടെ കൂട്ടുന്നു. അപ്പൊ വിസ്കസ് ഫോഴ്സ് 7ഉം അപ്ത്രസ്റ്റ് 3ഉം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെയും 10, ഈ 7ഉം 3ഉം കൂട്ടുമ്പോഴും 10 തന്നെയല്ലേ കിട്ടുന്നത്. അതായത് താഴോട്ടുള്ള വെയിറ്റും മുകളിലോട്ടുള്ള അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റിൽ നമുക്ക് നോക്കുമ്പോൾ താഴോട്ടുള്ള വെയിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, മുകളിലോട്ടുള്ള അപ്ത്രസ്റ്റ് പ്ലസ് വിസ്കസ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു മൊമെന്റിൽ നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിലുള്ള ഫോഴ്സ്. ഇവിടെ നമ്മൾ നോക്കിയേ, നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഫോഴ്സ് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0 അല്ലേ. കാരണം ഒരാൾ താഴോട്ട്, വെയിറ്റ് താഴോട്ട്, ഒരു നെഗറ്റീവ് വരും, മുകളിലോട്ട് വിസ്കസ് ഫോഴ്സും അപ്ത്രസ്റ്റും ഒരുമിച്ച് മുകളിലോട്ടാണ്. അപ്പോൾ അത് +10. അപ്പം മൊത്തം ഫോഴ്സ് നോക്കി ഇവിടെ എന്താ, 0 ആണ്. അപ്പോൾ മൊത്തം ഫോഴ്സ് 0 ആകുമ്പോൾ നമ്മുടെ ഈ റെയിൻ ഡ്രോപ്പ് ഒരു ഫിക്സഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ലൊരു വെലോസിറ്റിയാണ് കേട്ടോ. നമ്മളിപ്പോൾ മഴയത്തൊക്കെ നടക്കുമ്പോൾ നമുക്കറിയത്തില്ലേ, മഴത്തുള്ളി നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്ക് നല്ല പെയിൻ തോന്നത്തില്ലേ. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ മഴത്തുള്ളികൾ ഒരു ടെർമിനൽ വെലോസിറ്റിയിലാണ്. ഈ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ടെർമിനൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നല്ല സ്പീഡിൽ വന്ന് നമ്മളെ ഹിറ്റ് ചെയ്യുന്നതും നമുക്ക് നല്ല പെയിൻ തോന്നുന്നതും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ,
What is the velocity of a raindrop when unbalanced force on it is 0? Total unbalanced force അല്ലെങ്കിൽ total force 0 ആകുമ്പോൾ ആ വെലോസിറ്റി, ആ ഒബ്ജക്റ്റിന് കിട്ടുന്ന വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ? വളരെ സിമ്പിൾ ആണ്. സ്ട്രെയിനിന്റെ യൂണിറ്റ് എന്താ? അപ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അല്ലേ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ by original dimension. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിൽ ഡയമെൻഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ട്രെയിൻ. ഇപ്പം ഞാൻ ലെങ്തിലുള്ള സ്ട്രെയിൻ പറയുന്നെന്ന് വിചാരിക്കുക. അതായത് ലെങ്തിലുള്ള സ്ട്രെയിൻ പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് വരും. ഏതാണോ ഡയമെൻഷൻ, അത് ഏരിയ ആകാം, വോളിയം ആകാം, ലെങ്ത് ആകാം, എന്തിലാണോ അതിൽ മാറ്റം ഉണ്ടാകുന്നത് ബൈ ഒറിജിനൽ. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെയിൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പം നമ്മൾ നോക്കിയേ, ലെങ്തും നമ്മൾ എന്തിലാണ് മെഷർ ചെയ്യുന്നത്? മീറ്ററിലാണ്. ചേഞ്ച് ഇൻ ലെങ്ത്, ലെങ്തിലുണ്ടാകുന്ന മാറ്റവും മീറ്ററിലാണ്, ലെങ്തും മീറ്ററിലാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ? നോ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ നൺ ഓഫ് ദ എബോവ് ആണ്, നോ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ് സ്ട്രെയിൻ. എപ്പോഴും ചോദിക്കുന്നതാണ്, യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ യൂണിറ്റ് ഇല്ലാത്ത മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി സ്ട്രെയിൻ ഒക്കെ തന്നെ യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ റൈസസ് ഇൻ എ നാരോ ട്യൂബ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ട്യൂബിലൂടെയൊക്കെ വാട്ടർ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം ഒരു ചെറിയ ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്യുമ്പം താഴോട്ട് എന്തുണ്ട്? ഗ്രാവിറ്റി ഉണ്ട് അല്ലേ? അപ്പം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഒബ്ജക്റ്റിനെ താഴേക്ക് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുക്കും. പക്ഷേ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്തുകൊണ്ട് ചെറിയ ട്യൂബിലൂടെ ലിക്വിഡൊക്കെ മുകളിലോട്ട് റൈസ് ചെയ്യുന്ന ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാപ്പിലറി റൈസ്. ലിക്വിഡ് റൈസ് ചെയ്താൽ നമ്മൾ പറയും അത് കാപ്പിലറി റൈസ് ആണ്. ഇതുപോലെ തന്നെ നാരോ ട്യൂബിലൂടെ ലിക്വിഡ് താഴോട്ട് പോകാം, അതിനെ നമ്മൾ വിളിക്കും കാപ്പിലറി ഡിപ്രഷൻ. കാപ്പിലറി റൈസും ഉണ്ട്, കാപ്പിലറി ഡിപ്രഷനും ഉണ്ട്. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ നാരോ ട്യൂബിലൂടെ ലിക്വിഡ് റൈസ് അപ്പ് ആവുന്ന ഫിനോമിനയാണ് കാപ്പിലറി റൈസ്. ഇനി നാരോ ട്യൂബിലൂടെ ലിക്വിഡ് താഴേക്ക് വരുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി ഡിപ്രഷൻ. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ജനറലി ഒരുമിച്ച് ചേർത്ത്, കാപ്പിലറി റൈസിനെയും കാപ്പിലറി ഡിപ്രഷനെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ വിളിക്കുന്ന ഫിനോമിനയാണ് കാപ്പിലാരിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം, ഈ വാട്ടർ റൈസസ് ത്രൂ എ സ്മാൾ ട്യൂബ് എന്ന് കണ്ട യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്മാൾ ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്യുന്നു. മുകളിലേക്ക് പോയാൽ കാപ്പിലറി റൈസ് ആണ്. ഓപ്ഷനിൽ കാപ്പിലറി റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ടിക്ക് ചെയ്യുക. ഇനി ഓപ്ഷനിൽ കാപ്പിലറി റൈസ് ഇല്ല, മറ്റൊരു ഓപ്ഷൻ കാപ്പിലാരിറ്റി ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. കാരണം കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷനും ഒരുമിച്ച് ചേർത്താണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷനിൽ കാപ്പിലാരിറ്റിയും കാപ്പിലറി റൈസും ഉണ്ടെങ്കിൽ കാപ്പിലറി റൈസ് ടിക്ക് ചെയ്യുക. ഇനി കാപ്പിലറി റൈസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാപ്പിലാരിറ്റി വേണം ടിക്ക് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ, സോറി ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ലേ, ഇക്വേഷൻ ഇതാണ്. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് എന്തിൻ്റെ ഇക്വേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ നോക്കിയേ, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? ഇത് നമ്മുടെ ബെർണോളീസ് തിയറത്തിൻ്റെ അല്ലെങ്കിൽ ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രഷർ എനർജിയാണ് കേട്ടോ. പ്രഷർ എനർജി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, റോ വി സ്ക്വയർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലേ. ഇത് കൈനറ്റിക് എനർജി തന്നെയാണ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം കൈനറ്റിക് എനർജി ഉണ്ട് പ്ലസ് റോ ജി എച്ച്. നമുക്കറിയാം എം ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ റോ ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ബെർണോളീസ് തിയറം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്യൂബ് എടുക്കുന്നു, നമ്മളിങ്ങനെ ഒരു നാരോ ട്യൂബ് എടുക്കുന്നു. നമ്മളിങ്ങനെ ആയിരിക്കും അതിൻ്റെ ഫിഗർ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു നാരോ ട്യൂബിലൂടെ ഒരു ഇൻകംപ്രസിബിൾ, ഓർത്തു വെക്കണം, ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റാത്ത
നോൺ വിസ്കസ് ആയിട്ടുള്ള, അത് നമുക്ക് പക്ഷേ പ്രാക്ടിക്കലി ഇത് അത്ര പോസിബിൾ അല്ല കേട്ടോ, കാരണം എല്ലാ ഫ്ലൂയിഡ്സിനും എന്തുണ്ട്, ഒരു വിസ്കസ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ബെർണോളിസ് തിയറം പറയുമ്പോൾ നമ്മൾ ആ ബെർണോളിസ് തിയറത്തിൽ എടുക്കുന്ന ലിക്വിഡിന്റെ പ്രത്യേകത ഒന്ന്, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര കംപ്രസ് ചെയ്യാൻ നോക്കിയാലും അത് കംപ്രസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇത് നോൺ വിസ്കസ് ആയിരിക്കണം. ഇതിനകത്ത് എന്ത് പാടില്ല, വിസ്കോസിറ്റി ഒട്ടും തന്നെ പാടില്ല, അല്ലെങ്കിൽ നോൺ വിസ്കസ് ഇൻ ടേംസ് ആയിരിക്കണം. പിന്നെ ഇവിടെ പറയുന്നത് ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഇതിന്റെ ഫ്ലോ സ്ട്രീം ലൈൻ ആയിരിക്കണം. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റ് ഞാൻ നോക്കുന്നത്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിലൂടെ നോക്കുമ്പം എനിക്ക് കാണാൻ പറ്റും, ഞാൻ ആദ്യം ഒരു പാർട്ടിക്കിൾ, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ എടുക്കും, ഒരു സിംഗിൾ വാട്ടർ ഡ്രോപ്പിനെ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ളത് ഒരു 15 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, ഇവിടെ അത് 35 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, ഇവിടെ അത് 14 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. ഓക്കെ, അപ്പം 3 പോയിന്റിലൂടെ 3 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. ഇനി രണ്ടാമത് വീണ്ടും ഒരു വാട്ടർ ഡ്രോപ്പ് വരുന്നു, അത് ഈ പോയിന്റിൽ 15ഉം ഈ പോയിന്റിൽ 35ഉം ഈ ഒരു പോയിന്റിൽ 14ഉം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ത്രൂ ഔട്ട് ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിലൂടെ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. മുന്നേ പോയ ആള് എത്ര വെലോസിറ്റി ട്രാവൽ ചെയ്തോ അതേ വെലോസിറ്റിയിലായിരിക്കും ത്രൂ ഔട്ട് എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഉള്ള ഫ്ലൂയിഡ്സിന് മാത്രമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ, ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. കണ്ടീഷൻ ഓർക്കുക, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം, ഫ്ലൂയിഡ് നോൺ വിസ്കസ് ആയിരിക്കണം, ഒരു വിസ്കസ് ഫോഴ്സും ആക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എടുക്കുമ്പം ഈ ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഈ ഒരു കേസിൽ ടോട്ടൽ എനർജി എന്ന് പറയുമ്പം അവിടുത്തെ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ആവാം. ഇറഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ്, അതായത് നമ്മളിപ്പോൾ റെഗുലർ ഫ്ലോ കണ്ടു അല്ലേ, നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. എന്തായിരുന്നു സ്ട്രീം ലൈൻ ഫ്ലോ? ഒരു പാർട്ടിക്കിൾ, ഇപ്പം നമ്മൾ നോക്കിയ ഒരു ഫ്ലൂയിഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം ഈ ഒരു പോയിന്റിൽ എല്ലാ പാർട്ടിക്കിളും പോകുന്ന വെലോസിറ്റി ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പം 15-ലാണെങ്കിൽ എല്ലാ പാർട്ടിക്കിളും ഈ പോയിന്റിലൂടെ 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി തന്നെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോയെ നമ്മൾ സ്ട്രീം ലൈൻ എന്ന് വിളിച്ചു. എന്നാൽ ഈ സ്ട്രീം ലൈനെ പോലെ തന്നെ മറ്റൊരു ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ. ടർബുലന്റ് ഫ്ലോയുടെ പ്രത്യേകത, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെലോസിറ്റി എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു, ആദ്യത്തെ പാർട്ടിക്കിൾ വേണേൽ 15 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, അടുത്ത പാർട്ടിക്കിൾ 20 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത പാർട്ടിക്കിൾ 36 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ ഓരോ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റിലൂടെ തന്നെ വെലോസിറ്റി എന്തല്ല, ഫിക്സ്ഡ് അല്ല. അതായത് നമ്മൾ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഓരോ പാർട്ടിക്കിളും ആ പോയിന്റിലൂടെ ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ടർബുലന്റ്. സ്ട്രീം ലൈൻ നമ്മൾ എന്താ കണ്ടേ, ഒരു പാർട്ടിക്കിൾ എടുത്താൽ ഒരു പോയിന്റിലൂടെ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. അത് സ്ട്രീം ലൈൻ ആണ്. ഒരു പോയിന്റിലൂടെ തന്നെ പാർട്ടിക്കിൾ എല്ലാം ഡിഫറെന്റ് വെലോസിറ്റി ട്രാവൽ ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കും ടർബുലന്റ് ഫ്ലോ. അപ്പോൾ ഈ ടർബുലന്റ് ഫ്ലോ ആണ് ഇറഗുലർ ഫ്ലോ. അപ്പോൾ നമുക്ക് യൂഷ്വലി ഇപ്പോൾ ഒരു നദി ഒഴുകുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്നത് ടർബുലന്റ് ഫ്ലോ ആണ്. കാരണം ചില സമയങ്ങളിൽ വരെയുള്ളൂ ഇത് സ്ട്രീം ലൈൻ ആയിട്ട് ഒഴുകുന്നുള്ളൂ. കുറേ കഴിയുമ്പോഴത്തേക്ക് ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. കാരണം വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പോൾ പാറകളും അതുപോലെ തന്നെ ഈ വെള്ളം അവസാനിക്കത്തില്ലേ, വെള്ളച്ചാട്ടങ്ങളിലൊക്കെ അവസാനിക്കത്തില്ലേ, ഇവിടുത്തെയൊക്കെ കേസിൽ വെലോസിറ്റി എല്ലാം വ്യത്യസ്തമായിരിക്കും, ടർബുലന്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ ടർബുലന്റ് കൂടുതലും നമുക്ക് വാഷിംഗ് മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാർട്ടിക്കിൾസ്, നമ്മൾ അതിനകത്ത് ഉണ്ടാകുന്ന ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാകുന്ന ഡ്രസ്സിലൊക്കെ ഉള്ള ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, അത് ആ വാട്ടറിലൂടെ ഇങ്ങനെ സ്പീഡിൽ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഉണ്ടാകുന്നതും ടർബുലന്റ് ഫ്ലോ ആണ്. സോ ഇറഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ഡാഷ്. എന്തിൻ്റെ കൺസർവേഷൻ ആണ് ബെർണോളിസ് തിയറം? അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ബെർണോളിസ് തിയറം പറയുന്നത് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ പ്രത്യേകത അത് സ്ട്രീം ലൈൻ ആയിരിക്കണം, അവിടെ നോൺ വിസ്കസ് ആയിരിക്കണം, വിസ്കസ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു കേസിൽ പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി അല്ലേ കോൺസ്റ്റന്റ്,
അപ്പോൾ ഇത് എന്തിൻ്റെ കൺസർവേഷൻ ആയിരിക്കും? എനർജിയുടെ കൺസർവേഷൻ ആയിരിക്കും. കാരണം സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്തായിട്ട് നിൽക്കുന്നു? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ ഇവിടെ കൺസർവേഷൻ എന്തിൻ്റെയാണ്? എനർജിയുടെയാണ് കേട്ടോ. എനർജി കൺസർവേഷൻ ബേസ് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഫിനോമിന റെസ്പോൺസിബിൾ ഫോർ കാപ്പിലറി റൈസ്? അപ്പം നമ്മൾ നേരത്തെ കണ്ടു, വളരെ സ്മാൾ ആയിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ട്യൂബിലൂടെ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? റൈസപ്പ് ചെയ്യുന്ന ഫിനോമിന, ലിക്വിഡ് റൈസപ്പ് ചെയ്യുന്ന ഫിനോമിനെ നമ്മൾ വിളിക്കും കാപ്പിലറി റൈസ്. അപ്പോൾ ഈ കാപ്പിലറി റൈസിന് മെയിൻ റീസൺ എന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക: വിസ്കോസിറ്റി, ടെർമിനൽ വെലോസിറ്റി, ഹൈഡ്രോളിക് സ്ട്രെസ്, സർഫസ് ടെൻഷൻ. ഇവിടെ നമുക്ക് സർഫസ് ടെൻഷൻ മാത്രമാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. അപ്പം നമുക്കിതൊന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 തരത്തിലുള്ള ഫോഴ്സസ് മെയിൻലി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സും 2 അഡ്ഹസീവ് ഫോഴ്സും ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ കൈൻഡ് ഓഫ് മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. അപ്പം നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ എല്ലാ മോളിക്യൂൾസും തമ്മിലുണ്ടാകുന്നത് കൊഹസീവ് ഫോഴ്സ് ആണ്. ഇപ്പം മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയുടെ എല്ലാ ഡ്രോപ്സും തമ്മിലുണ്ടാകുന്നതും കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പം നമ്മൾ മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയുടെ എല്ലാ ഡ്രോപ്സും തമ്മിലുണ്ടാകുന്നതും കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ചോക്ക് എടുത്തു കഴിഞ്ഞാൽ ചോക്കിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും തമ്മിലുണ്ടാകുന്നത് കൊഹസീവ് ഫോഴ്സ് ആണ്. എന്നാൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനിടയിൽ ഉണ്ടാകുന്നതാണ് അഡ്ഹസീവ്. അതായത് ഞാനിപ്പോൾ വാട്ടർ എടുക്കുന്നു, അതോടൊപ്പം തന്നെ ഞാൻ ഗ്ലാസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽസ് അല്ലേ? വാട്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, ഗ്ലാസ് എന്ന് പറയുന്ന മറ്റൊരു മെറ്റീരിയൽ. അപ്പോൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് അഡ്ഹസീവ് ഫോഴ്സ്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനിടയിൽ ഉണ്ടാകുന്നതാണ് അഡ്ഹസീവ് ഫോഴ്സ്. വാട്ടറും ഗ്ലാസും, മെർക്കുറിയും ഗ്ലാസും, വാട്ടറും ചോക്കും. ഓക്കെ, അപ്പോൾ ഇനി ഈ അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിൻ്റെ ബേസിലാണ് അവിടെ കാപ്പിലറി റൈസ് ആണോ കാപ്പിലറി ഡിപ്രഷൻ ആണോ നടക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിടത്ത് അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവിനേക്കാൾ കൂടുതലാണെങ്കിൽ, കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ട് അഡ്ഹസീവ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ നടക്കുന്നത് കാപ്പിലറി റൈസ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലും കൊഹസീവ് ഫോഴ്സ് കുറവാണെങ്കിൽ അവിടെ നടക്കുന്നത് കാപ്പിലറി റൈസ് ആണ്. ഇനി കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് അഡ്ഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നടക്കുന്നത് കാപ്പിലറി ഡിപ്രഷൻ ആയിരിക്കും. കേട്ടോ? അപ്പോൾ അതാ നോക്കിയേ, അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഓർത്ത് നോക്കുക, എവിടാണോ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതൽ അവിടെ എന്ത് നടക്കും? കാപ്പിലറി റൈസ് നടക്കും. ഇനി എവിടാണോ കൊഹസീവ് ഫോഴ്സ് കൂടുതൽ അവിടെ എന്ത് നടക്കും? കാപ്പിലറി ഡിപ്രഷൻ നടക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ കാപ്പിലറി റൈസിൻ്റെ റീസൺ ആണ്. അപ്പോൾ ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് എന്നൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഒരു റീസൺ എന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാകണമെങ്കിൽ കാപ്പിലറി റൈസ് നടക്കും. ഇതിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനും എന്തിന് റീസണബിൾ ആണ്? കാപ്പിലറി റൈസിന് റീസണബിൾ ആണ്. അപ്പം നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ്, നമ്മളിപ്പം വാട്ടർ സർഫസ് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ സർഫസ് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷനും എന്തിന് റീസണബിൾ ആണ്? കാപ്പിലറി റൈസിന് റീസണബിൾ ആണ്. 2 കാര്യങ്ങളാണ് കാപ്പിലറി റൈസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. സെക്കൻഡ് വൺ സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് എന്നൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്കറിയാവുന്ന അടുത്ത റീസൺ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ മൂലവും കാപ്പിലറി റൈസ് നടക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ പോയിന്റ് ബി ഓൺ ദ ഗ്രാഫ് റെപ്രസെൻറ്റ്? ബി എന്ന പോയിന്റ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് നമുക്ക് നോക്കിയേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് അല്ലേ? സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്.
പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതായത് എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പോയിന്റിനെ നമ്മൾ സ്ട്രെസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയേ. ബി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് പോയിന്റ്. ഈൽഡ് പോയിന്റ് ഓർ എലാസ്റ്റിക് പോയിന്റ്. അതായത് ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത ഇതായിരിക്കും, ഈ പോയിന്റ് വരെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷം ഈ ഒരു പോയിന്റ് ബിക്ക് ശേഷം സിസ്റ്റം എന്താകുന്നു, പ്ലാസ്റ്റിക് നേച്ചർ കാണിക്കാൻ തുടങ്ങും. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് വിഡ്രോ ചെയ്ത് അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരില്ല. ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ എന്തുണ്ട്, സിസ്റ്റം എലാസ്റ്റിക് ആണ്. അപ്പോൾ എലാസ്റ്റിക്കിന്റെ മാക്സിമം ലിമിറ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ എലാസ്റ്റിക് ലിമിറ്റ് എന്നും പറയാം, എലാസ്റ്റിക് പോയിന്റ് എന്നും പറയാം. കറക്റ്റ് ആണ്. ഈൽഡ് പോയിന്റും പറയും, ഈൽഡ് പോയിന്റ് ഓർ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇനി ഇതിന് ശേഷം നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് കാണാം. സിയിലൊക്കെ സിസ്റ്റം ഒരു പെർമനന്റ് സെറ്റ് അറ്റൈൻ ചെയ്യുവാണ്. അതായത് നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഫോഴ്സ് കൊടുത്ത് വിഡ്രോ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ഈ ഒരു പാത്ത് തന്നെ പിന്തുടർന്ന് വരണം. പക്ഷേ സിസ്റ്റം അങ്ങനെ ഒരു പാത്ത് പിന്തുടരില്ല. ആ ഫോഴ്സ് കൊടുത്ത് വിഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാത്തായിരിക്കും അത് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, നമുക്ക് ഈ ഒരു പോയിന്റിൽ ഒരു പെർമനന്റ് സെറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് പെർമനന്റ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്ത് വിഡ്രോ ചെയ്യുമ്പം സിസ്റ്റം പുതിയൊരു പാറ്റേണിലേക്ക് എത്തിച്ചേരുന്നു. സിസ്റ്റം ഒരു പ്ലാസ്റ്റിക് നേച്ചറിലേക്കാണ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റ് അക്വയർ ചെയ്യുന്ന പോയിന്റ് ആണ് സി. ഇനി ഇതാ നോക്കിയേ, ഡി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ്. അതായത് ആ പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ മാക്സിമം വാല്യൂ അത് എത്തിക്കഴിഞ്ഞു. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ്. ഈ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവുന്നു കേട്ടോ. ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും കിട്ടി, ഒന്നും കൂടെ നോക്കാം. എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് പോയിന്റ് ആണ്. സി എന്ന് പറയുന്നത് പെർമനന്റ് സെറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. ഇ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏതാണ് ബി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് കണ്ടു, ബി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വിളിച്ചു ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഈൽഡ് പോയിന്റ്. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഈൽഡ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈൽഡ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എലാസ്റ്റിക് ലിമിറ്റ് വന്നാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എവിടെ കണ്ടത്, എയിലാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കണ്ടത്. എയിലാണ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടത്, ബിയിലാണ് നമ്മൾ ഇലാസ്റ്റിക് കണ്ടത്. പെർമനന്റ് സെറ്റ് നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പെർമനന്റ് സെറ്റ് ഡെവലപ്പ് ചെയ്തത് കണ്ടത്. ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഫ്രാക്ചർ പോയിന്റ്. ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു ഫ്രാക്ചർ പോയിന്റ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ അൾട്ടിമേറ്റ് പോയിന്റ് എന്നും വിളിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഈൽഡ് പോയിന്റ് ആണ് ഫിഗറിൽ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇതൊക്കെ ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, പാസ്കൽ ലോയുടെ ബേസിലാണ് കേട്ടോ. പാസ്കൽസ് ലോയുടെ ബേസിലാണ് ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The terminal velocity of a spherical body falling through a liquid is inversely proportional to. അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഒരു വസ്തുവിന്, ഒരു സ്പെറിക്കൽ ബോഡി, നമ്മളിപ്പോൾ മഴത്തുള്ളിയുടെ കേസാണല്ലേ കണ്ടത്. മഴത്തുള്ളി എയറിലൂടെ ഫാൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നു. ഇത് ആക്ച്വലി ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത് ഒരു ഓയിലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞൊരു സ്പെറിക്കൽ ബോൾ ഇങ്ങനെ ഓയിലിലൂടെ പാസ് ചെയ്യുവാണ്. ഓയിലിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് ആണ് ഈ ടെർമിനൽ വെലോസിറ്റി പരീക്ഷണം ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്പെറിക്കൽ ബോഡി എന്ന് അവർ എടുത്ത് പറയുന്നത്. ഒരു കുഞ്ഞ് സ്പെറിക്കൽ ബോളിനെ ഓയിലിലൂടെ ഇട്ടിട്ട് ആണ് ടെർമിനൽ വെലോസിറ്റി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2/9 r²g rho - sigma by eta.
ഇതാണ് എന്ത് ടെർമിനൽ വെലോസിറ്റി. അതായത് ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിലൂടെ നമ്മളൊരു സ്ഫെറിക്കൽ ബോൾ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഫാൾ ചെയ്യുന്ന സമയത്ത് ആ ഡ്രോപ്പിന് അല്ലെങ്കിൽ ആ സ്ഫെറിക്കൽ ബോളിന് അറ്റൈൻ ചെയ്യുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2/9 r²g ρ - σ/η ആണ്. ഇവിടെ ഓരോ ടേംസും നോക്കുക. r എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ഡ്രോപ്പിന്റെ അല്ലെങ്കിൽ ആ എടുക്കുന്ന ബോളിന്റെ റേഡിയസ് ആണ്. നമ്മളിപ്പോൾ മഴത്തുള്ളി എടുത്താൽ മഴത്തുള്ളിയുടെ റേഡിയസ്. അപ്പോൾ നമ്മളൊരു ബോളാണ് എടുക്കുന്നതെങ്കിൽ ആ ബോളിന്റെ റേഡിയസ്. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ റേഡിയസ് ആണ് നമ്മൾ r കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ g എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്തത് ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇവിടെ ഇത് നോക്കുക, റോയും ഉണ്ട് സിഗ്മയും ഉണ്ട്. അപ്പോൾ ആക്ച്വലി റോയും സിഗ്മയും ഡെൻസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ നമ്മൾ എടുക്കുന്ന ബോൾ ആണെങ്കിൽ ഒന്നെങ്കിൽ ബോള്, അല്ലെങ്കിൽ നമ്മളിപ്പം മഴത്തുള്ളി ആണെങ്കിൽ ആ ഡ്രോപ്പ്, ആ ബോള് അല്ലെങ്കിൽ ആ ഡ്രോപ്പിൻ്റെ ഇതിനകത്ത് എന്താണോ ഇടുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. അപ്പം നമ്മളെടുക്കുന്ന ബോൾ ആണെങ്കിൽ ആ ബോളിൻ്റെ ഡെൻസിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന മഴത്തുള്ളി ആണെങ്കിൽ മഴത്തുള്ളിയുടെ ഡെൻസിറ്റി. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ആ എടുക്കുന്ന ഫ്ലൂയിഡ് കാണത്തില്ലേ. ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ എയർ ആയിരിക്കും, എയറിലൂടെ മഴത്തുള്ളി വരുമ്പം എയർ ആണ് ആ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു പരീക്ഷണത്തിൽ ഓയിലോട്ടാണ് നമ്മൾ ആ ബോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഓയിലിൻ്റെ ഡെൻസിറ്റിയാണ് ആ ഫ്ലൂയിഡ്. ഏതാണോ ഫ്ലൂയിഡ്, ഒന്നെങ്കിൽ എയർ ആകാം, അല്ലെങ്കിൽ ഓയിൽ ആകാം, അല്ലെങ്കിൽ വാട്ടർ ആകാം, ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോക്കി നോക്കുക. ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2/9 r²g ρ - σ/η. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ടെർമിനൽ വെലോസിറ്റി ആർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ട് ഒറ്റ ക്വാണ്ടിറ്റി ഉള്ളൂ. ആരാണ്? ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്കാണ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഇവിടെ വിസ്കോസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, ആക്ച്വലി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. റേഡിയസിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഈറ്റയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പലർക്കും കൺഫ്യൂഷൻ ആയി പോകുന്നത് ഈ ഒരു പാർട്ടാണ്, റോ മൈനസ് സിഗ്മ. റോ ഓർത്തു വെക്കുക നമ്മുടെ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ആണ്, സിഗ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്? ഞാനൊരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്, അതായത് അതിനെ കംപ്രസ് ചെയ്യാനേ പറ്റില്ല. അപ്പം നമുക്കറിയാം ഒരു വസ്തുവിനെ കംപ്രസ് ചെയ്യാനേ പറ്റില്ല എങ്കിൽ അതിന്റെ കംപ്രസിബിലിറ്റി എന്തായിരിക്കും? കംപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കംപ്രസിബിലിറ്റി എന്താണ്? യെസ്, 0 ആണ് അല്ലേ. ഇപ്പം ഞാനൊരു സോളിഡ് എടുത്തു, ഞാനിപ്പോൾ ഒരു ബോൾ എടുത്തു, അതിനെ ഞാൻ കംപ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കംപ്രസ് ചെയ്യാനേ പറ്റുന്നില്ല, അതായത് ആ ബോളിന്റെ കംപ്രസിബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമുക്കറിയാം കംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് 1/, കംപ്രസിബിലിറ്റി ആണ് അല്ലേ. കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ വാല്യൂ ആണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഏതോ ഒരു വസ്തു എടുത്തു, അത് ഇൻകംപ്രസിബിൾ ആണെന്ന് പറയുന്നു, അതായത് അതിന്റെ കംപ്രസിബിലിറ്റി 0 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബൾക്ക് മോഡുലസ് ഈക്വൽസ് 1/, കംപ്രസിബിലിറ്റി. അപ്പോൾ കംപ്രസിബിലിറ്റി 0 അല്ലേ. അപ്പോൾ 1/0യുടെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. ബൾക്ക് മോഡുലസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആൻസർ ബൾക്ക് മോഡുലസ് എന്തെന്ന് കിട്ടും? ഇൻഫിനിറ്റി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗീവ്സ്? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്താണ് നൽകുന്നതെന്നാണ്. അപ്പം നമുക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടല്ലേ. അപ്പം നമുക്ക് അതിനകത്ത് ഓരോ പോയിന്റുകൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ്, അപ്പം നമ്മൾ ഏത് ഗ്രാഫിന്റെ സ്ലോപ്പ് ചോദിച്ചാലും വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് y കമ്പോണന്റിനെ x കമ്പോണന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ക്വാണ്ടിറ്റി കിട്ടും അതാണ് സ്ലോപ്പ്. ഏത് ഗ്രാഫ് ചോദിച്ചാലും നിങ്ങൾ ഓർക്കുക, അവിടുത്തെ സ്ലോപ്പ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? y കമ്പോണന്റ് ബൈ x കമ്പോണന്റ്. ഇവിടെ y കമ്പോണന്റ് ആയിട്ട് വരുന്നത് സ്ട്രെസ് ആണ്, x കമ്പോണന്റ് ആയിട്ട് വരുന്നത് സ്ട്രെയിൻ ആണ് അല്ലേ. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്?
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് വിളിക്കും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ ഇലാസ്റ്റിക് മോഡുലസ്. അത് 3 തരത്തിലുണ്ട്. യങ്സ് മോഡുലസ് ആകാം, ബൾക്ക് മോഡുലസ് ആകാം, റിജിഡിറ്റി മോഡുലസ് ആകാം. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇവിടെ സ്പെസിഫൈഡ് ആയിട്ട് ഏത് സ്ട്രെസ്സും ഏത് സ്ട്രെയിനൊന്നും പറയുന്നില്ല, യൂഷ്വൽ കേസ് ആണ് പറയുന്നത്. അപ്പം സ്ലോപ്പ് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക വൈ കമ്പോണന്റിനെ എക്സ് കമ്പോണന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ വൈ കമ്പോണന്റ് ആയിട്ട് വരുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, അല്ലെങ്കിൽ എലാസ്റ്റിക് മോഡുലസ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഏരിയ. എപ്പോഴും അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഏരിയ ഏതെങ്കിലും ഗ്രാഫിൻ്റെ ചോദിച്ചാൽ നമ്മൾ എഴുതണം വൈ കമ്പോണൻറ്റ് ഇൻറ്റു എക്സ് കമ്പോണൻറ്റ്. വൈ കമ്പോണൻറ്റിനെ എക്സ് കമ്പോണൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. വൈ കമ്പോണൻറ്റിനെ എക്സ് കമ്പോണൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വൈ കമ്പോണൻറ്റിനെ എക്സ് കമ്പോണൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ ഏരിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വൈ കമ്പോണൻറ്റ് ഇൻറ്റു എക്സ് കമ്പോണൻറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇലാസ്റ്റിക് മോഡുലസ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു അസേർഷൻ സ്റ്റേറ്റ്മെന്റ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ തന്നിരിക്കുന്നത്. അസേർഷൻ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. നമ്മുടെ അസേർഷൻ ആയിട്ട് തന്നിരിക്കുന്നത് സ്റ്റീൽ റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് ആണ്. ഇത് കറക്റ്റ് ആണോ? അതെ കറക്റ്റ് ആണ്. കാരണം സ്റ്റീലാണ് റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക്. അതിന് കാരണം എന്താ? നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 200 ഹൈ വാല്യൂ ആണ്. അപ്പം സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്, പക്ഷേ റബ്ബറിന് യങ്സ് മോഡുലസ് എന്താണ്? കുറവാണ്. യങ്സ് മോഡുലസ് ലോ ആണ്. സോ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലായതുകൊണ്ട് സ്റ്റീൽ എന്താണ്? റബ്ബറിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റീല് റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് ആണ്. അതിന് റീസൺ സ്റ്റീല് റബ്ബറിനേക്കാൾ എന്ത് കൂടുതലാണ്? യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത റീസൺ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അണ്ടർ ഗിവൺ ഡീഫോമിംഗ് ഫോഴ്സ് സ്റ്റീൽ ഈസ് മോർ ഡീഫോംഡ്. സ്റ്റീൽ ഈസ് ഡീഫോംഡ് ലെസ് ദാൻ റബ്ബർ. അപ്പം ഒരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീല് കുറച്ച് ഡീഫോം ചെയ്യത്തുള്ളൂ റബ്ബറിനെ അപേക്ഷിച്ച്. അതായത് നമ്മൾ നോക്കിയേ, നമ്മളിപ്പോൾ കണ്ടു സ്റ്റീലിൻ്റെ കേസിൽ യങ്സ് മോഡുലസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ആക്ച്വലി അത് എലാസ്റ്റിക് ആകുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പം നമുക്ക് നോക്കിയാൽ യങ്സ് മോഡുലസ് ആണ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇങ്ങനെയല്ലേ പഠിച്ചേ? അപ്പൊ സ്റ്റീലിന്റെ കേസിൽ നമുക്കറിയാം യങ്സ് മോഡുലസ് കൂടുതലാണ് അല്ലേ? അതിന് യങ്സ് മോഡുലസ് വളരെ ഹൈ വാല്യൂ ആണ്. അപ്പൊ ഈ യങ്സ് മോഡുലസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരിക്കണം? കുറവാണ്. കാരണം ഈ ഒരു ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ യങ്സ് മോഡുലസ് കൂടുതലാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന ഡീഫോർമേഷൻ അല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ആ സിസ്റ്റത്തിനുണ്ടാകുന്ന ഡീഫോർമേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ടത് സ്റ്റീലിൻ്റെ കേസാണ്. സ്റ്റീലിൻ്റെ കേസിൽ യങ്സ് മോഡുലസ് കൂടുതലാണ്, അതുകൊണ്ട് എന്ത് കുറവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കുറവാണ്, ഡീഫോർമേഷൻ കുറവാണ്. അപ്പം നമുക്കിത് റബ്ബറും കൂടെ വെച്ചൊന്ന് നോക്കാം. അപ്പോൾ റബ്ബറിൻ്റെ കേസിൽ നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഒരു നമ്മളിപ്പോൾ എടുത്ത ഒരു റബ്ബർ ആണെങ്കിൽ യങ്സ് മോഡുലസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡീഫോർമേഷൻ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സ്റ്റീലിൻ്റെ ഡീഫോർമേഷൻ നമ്മൾ ഒരേ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താലും കൊടുക്കുന്നു. അതായത് ഡീഫോമിംഗ് ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുവാണ്. അപ്പം നമുക്ക് ആകെ മാറ്റം വരുന്നത് യങ്സ് മോഡുലസിനും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. അപ്പോൾ അതാ നോക്കിയേ, സ്റ്റീലിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ലെസ് ഡീഫോം ചെയ്യുന്നു. റബ്ബറിന് നമ്മൾ കാണുന്നു സ്റ്റീലിന് ഡീഫോർമേഷൻ കുറവാണ്, പക്ഷെ റബ്ബറിന് ഡീഫോർമേഷൻ എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ അസേർഷന്റെ കറക്റ്റ് റീസൺ അല്ലേ കൊടുത്തിരിക്കുന്നത്? കാരണം എലാസ്റ്റിക് ആവാൻ കാരണം എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് കൂടുതലാവുന്നതാണ്. ഇനി യങ്സ് മോഡുലസ് കൂടുതലാവുന്ന കേസിൽ ഡീഫോർമേഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റ് ആണ്. നോക്കിയേ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. ഓക്കെ, അപ്പം
നമ്മൾ ആദ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അസേർഷനും റീസണും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇവിടെ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടത് ഈ അസേർഷന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നെയാണോ റീസൺ ആയിട്ട് വന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെ വന്നാൽ അത് രണ്ടും കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. Bulk modulus of water is 2 × 10⁹ Newton per meter square. What is the compressibility? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ബൾക്ക് മോഡുലസ് തന്നു കഴിഞ്ഞാൽ കംപ്രസിബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 ബൾക്ക് മോഡുലസ്, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് 1 കംപ്രസിബിലിറ്റി. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാൻ കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുക, അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാൻ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പം നമുക്കപ്പോൾ കംപ്രസിബിലിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. അപ്പം 1 ബൾക്ക് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസ് ക്വസ്റ്റ്യനിൽ എത്ര വന്നിരിക്കുന്നത്? 2 × 10⁹ 1/2 × 10⁹. അപ്പോൾ അതാ നോക്കിയേ, നമുക്ക് ഈ 10⁹ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. അത് നോക്കിയേ, നമുക്ക് സെപ്പറേറ്റ് ആക്കാം. 1/2 × 1/10⁹. ഞാനത് സെപ്പറേറ്റ് ആക്കി. 1/2 ഒരു ടേം ആക്കി, 1/10⁹ മറ്റൊരു ടേം ആക്കി. ഈ 10⁹ ഇക്വേഷന് മുകളിൽ പോയാൽ, ന്യൂമറേറ്ററിൽ പോയാൽ എന്താവും? 10⁻⁻9 ആവും അല്ലേ? 10⁻⁻9. 1/2 ഹാഫിൻ്റെ വാല്യൂ എത്രയാണ്? 0.5 ആണ്. സോ 0.5 × 10⁻⁹. അത് നോക്കിയേ, ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ m/2 ആണ് കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എല്ലാ റിജിഡിറ്റി മോഡുലസുകളുടെയും സ്ട്രെസ്സിന്റെയും യൂണിറ്റ് കോമൺലി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ Newton m/2. സ്ട്രെസ്സിന്റെ കേസിലായാലും റിജിഡിറ്റി മോഡുലസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് എല്ലാത്തിൻ്റെയും വാല്യൂ Nm/-2 ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ Nm/-2 മുകളിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ n മുകളിൽ പോകുമ്പോൾ ഒന്ന് നോക്കിയേ, താഴെ അതിന്റെ പവർ +1 ആയിരുന്നു. അപ്പൊ ന്യൂമറേറ്ററിൽ വരുമ്പോൾ എന്തായി മാറും? -1. ഓപ്പോസിറ്റ് വരണം. ഇവിടെ +1 ആയിരുന്നു, ന്യൂമറേറ്ററിൽ വരുമ്പോൾ -1. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൽ m/-2 ആയിരുന്നു, പവർ -2 ആയിരുന്നു. അപ്പൊ ന്യൂമറേറ്ററിൽ വരുമ്പം +2. അപ്പൊ ആൻസർ 0.5 × 10⁻⁹ മീറ്റർ സ്ക്വയർ. ഇവിടെ ആണ് കേട്ടോ വരുന്നത്. മീറ്റർ സ്ക്വയർ ഇങ്ങനെ വരുന്നത്, മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ. N⁻⁻1 നമുക്ക് താഴെ എഴുതിക്കൂടെ? അതായത് 0.5 × 10⁻⁹ മീറ്റർ സ്ക്വയർ ബൈ ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ എഴുതി. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരിക്കുക റിലേഷൻഷിപ്പ്. കംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസും റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ്. കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ബൾക്ക് മോഡുലസ്, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു 1 കംപ്രസിബിലിറ്റി. ഓക്കെ, അടുത്തത് AV ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് AV ഈസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? AV ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റഡ് ഇക്വേഷൻ ആണ്. AV എന്ന് പറയുന്നത് ഏരിയ ആണ് കേട്ടോ. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഒരു ലിക്വിഡ് ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഇക്വേഷനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഹോസ് വഴിയൊക്കെ വെള്ളം ഒഴിക്കത്തില്ലേ ചെടിക്ക്. അപ്പോൾ നമ്മൾ ഈ ഹോസിൽ നമ്മൾ അവിടെ ഏരിയ കുറച്ച്, അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഹോസിൻ്റെ എഡ്ജിൽ, അപ്പോൾ ആ ഹോസിൻ്റെ എഡ്ജിൽ നമ്മൾ കൈ വെച്ചത് ഇങ്ങനെ ഇവിടെ അങ്ങ് മറയ്ക്കും അല്ലേ, നമ്മൾ കൈ വെച്ചൊന്ന് ഹൈഡ് ചെയ്യും. അപ്പോൾ അതാ നോക്കിയേ, ഏരിയ എന്ത് ചെയ്യുന്നു? കുറയുമല്ലേ? ഏരിയ കുറഞ്ഞു. അപ്പം ഏരിയ കുറഞ്ഞാൽ അവിടെ നോക്കി AV കോൺസ്റ്റന്റ് എന്നാണ്. AV കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടിയാൽ അടുത്ത ആൾ കുറയണം, എങ്കിൽ മാത്രമേ ഇവർ സ്ഥിരമായിട്ട് നിൽക്കൂ. അപ്പം ഏരിയ കുറഞ്ഞു. ഇപ്പം ഇവിടെ ഏരിയ കുറയും, വെലോസിറ്റി കൂടും. അപ്പം എന്ത് ചെയ്യും? വാട്ടർ നല്ല ഫോഴ്സിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഹോസ് ഇങ്ങനെ വെക്കുക. ഡയറക്റ്റ് ഹോസ് വെക്കുമ്പം എന്താ? ഏരിയ കൂടുതലാണ്. അപ്പം ഏരിയ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ കൈവച്ച് മറയ്ക്കുന്ന സമയത്ത് ഏരിയ കുറയും. ഏരിയ കുറഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഉണ്ടാവുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി കൂടുതലായിട്ട് വരും. ഇതാണ് എന്ത് പ്രിൻസിപ്പിൾ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓർത്ത് നോക്കുക. AV ഈസ് എ കോൺസ്റ്റന്റ്. എല്ലാ രണ്ടും ഒരാൾ കൂടിയാൽ അടുത്ത ആൾ കുറയും, ഒരാൾ കുറഞ്ഞാൽ അടുത്ത ആൾ കൂടും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ഓസ് യൂസ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നത്, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ, മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ് സർഫസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മെർക്കുറി ഗ്ലാസ് സർഫസിനെ വെറ്റ് ചെയ്യില്ല. അതായത് നമുക്ക് നോക്കിയാൽ നമ്മളിപ്പോൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? ഗ്ലാസിനെ വെറ്റ് ചെയ്യും. വാട്ടർ യൂഷ്വലി ഗ്ലാസിനെ നമുക്ക് വെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ വാട്ടർ ഗ്ലാസ് സർഫസിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ലേ? ഗ്ലാസ് സർഫസിലേക്ക് വാട്ടർ വന്ന് എന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്തിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ഗ്ലാസിനെ വെറ്റ് ചെയ്യും. അത് കറക്റ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ മെർക്കുറി എടുത്തിട്ട് മെർക്കുറി ഗ്ലാസ്സിൽ കൊണ്ടുവന്നിടുകയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും മെർക്കുറി ബോൾ ആയിട്ട് തന്നെ നിൽക്കും. മെർക്കുറി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നിൽക്കും. മെർക്കുറി എന്ത് ചെയ്യില്ല? ഗ്ലാസിനെ വെറ്റ് ചെയ്യില്ല. ഡു നോട്ട് വെറ്റ്. ഗ്ലാസിനെ വെറ്റ് ചെയ്യില്ല. അപ്പൊ ഇതാ നോക്കിയേ, മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ് സർഫസ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മെർക്കുറി ഒരിക്കലും ഗ്ലാസ് സർഫസിനെ വെറ്റ് ചെയ്യില്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത നോക്കിയ റീസൺ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അന്ന് കോഡ് പറഞ്ഞു തന്നെയാ. നമ്മൾ മെർക്കുറി ആയാലും വാട്ടർ ആയാലും ആംഗിൾ നിങ്ങൾ മറന്നു പോകുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മുടെ മെർക്കുറി നമ്മൾ സ്മാൾ ലെറ്റർ എഴുതുമ്പോൾ എം ഇങ്ങനല്ലേ എഴുതുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഫസ്റ്റ് പാർട്ട് മാത്രം എടുക്കുന്നത്. ഇങ്ങനാണ് മെർക്കുറിയുടെ വാട്ടർ മെനിസ്കസ് നോക്കി നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് മെർക്കുറിയുടെ വാട്ടർ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് വാട്ടറിന്റെ W അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു യു ഷേപ്പ് അല്ലേ? അപ്പൊ വാട്ടറിന്റെ കേസിൽ മെനിസ്കസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. വാട്ടറിന്റെ കേസിൽ മെനിസ്കസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. മെർക്കുറിയുടെ കേസിൽ മെനിസ്കസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ആ മെനിസ്കസുമായിട്ട് മേക്ക് ചെയ്യുന്ന, ആ ലിക്വിഡ് ലെവലും മെനിസ്കസും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഇവിടുത്തെ കേസ് നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മെർക്കുറി എടുക്കുമ്പം ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇത്രയും കിട്ടും. ഇവിടെ നോക്കിയേ, ഈ ഒരു ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നമ്മുടെ ഫിഗറിൽ നിന്ന് കിട്ടി. മെർക്കുറിയുടെ കേസിൽ ഇത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇത് ഇത്രയും വലിയൊരു ആംഗിൾ ആണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി കൂടിയ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. മെർക്കുറിയുടെ കേസിൽ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണ്. വാട്ടറിന്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? അക്യൂട്ട് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, വാട്ടറിന്റെ കേസിൽ അക്യൂട്ട് ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇതാ നോക്കിയേ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് അക്യൂട്ട്. മെർക്കുറിയുടെ കേസിൽ നമ്മൾ നോക്കിയേ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണോ നമുക്ക് കിട്ടിയത്? തെറ്റാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായി? തെറ്റായിട്ട് മാറി. മനസ്സിലായോ? നമ്മൾ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഈ ഫിഗർ തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഈ ഷേപ്പ് ആ ലെറ്റേഴ്സിന്റെ വെച്ചിട്ട് തന്നെ മെനിസ്കസ് വരയ്ക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരച്ച് നോക്കിയാൽ മതി. മെർക്കുറിയുടെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആണ്, 90 ഡിഗ്രി കൂടുതലാണ്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് നമ്മൾ പെയർ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ മെർക്കുറി എന്ന് പറയുമ്പോൾ യൂഷ്വലി മെർക്കുറിയും ഗ്ലാസും വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പം മെർക്കുറിയും ഗ്ലാസും കൂടെ എടുക്കുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ് കേട്ടോ. 108 ഡിഗ്രി. അത് 90 കൂടിയ ഒരു ആംഗിൾ അല്ലേ? അതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഇനി നമ്മൾ ഗ്ലാസും വാട്ടറും എടുക്കുമ്പം കിട്ടുന്ന അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് 8 ഡിഗ്രിയാണ്. 8 ഡിഗ്രി, അതൊരു അക്യൂട്ട് ആംഗിൾ ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണ്. അത് തെറ്റാണ്. മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്റ്റ്യൂസ് ആണ്. മെർക്കുറിയും ഗ്ലാസും എടുത്ത ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ വാല്യൂ 108 ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ തെറ്റായി മാറി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ട്രൂ, അസേർഷൻ ട്രൂ ആണ്, പക്ഷെ ആർ എന്താണ്? ഫാൾസ് ആണ്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A steel wire 10 meter long and 10 raised to minus 5 meter square in cross-sectional area elongates by 0.01 meter under a tension of 2500 Newton. Young's modulus of steel from this data is computed as. അപ്പോൾ Young's modulus ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് Young's modulus-ന്റെ ഇക്വേഷൻ എഴുതാം. Young's modulus എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ എൽ ഇൻറ്റു എൽ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ടോ? ഇവിടെ എത്രമാത്രം ഫോഴ്സ് ആണ്? ഫോഴ്സ് അറിയാൻ കൊടുത്തിരിക്കുന്നു 2500 ന്യൂട്ടൺ ആണ്. ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കുക, ഫോഴ്സ് ആണ് അല്ലെ? ടെൻഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലിവ് ബലം, അതൊരു ബലമാണ്. അപ്പൊ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് 2500 ഓക്കെ ഇൻറ്റു ലെങ്ത്. ഇനിയിപ്പോ നോക്കി, ഇതിന്റെ ലെങ്ത് എത്ര ആയിരുന്നു? 10 മീറ്റർ ആണ് അല്ലെ? സ്റ്റീൽ വയർ എടുക്കുന്നു, അതിന്റെ ലെങ്ത് 10 മീറ്റർ.
10 മീറ്റർ. ഏരിയ എന്ന് പറയുന്നത് 10⁻⁻⁵. ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എലോങ്ങേറ്റ് ചെയ്യുന്നത് 0.01. ഓക്കെ, പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാ നോക്കിയേ, 2500 10 കൊണ്ട് ഗുണിക്കുമ്പം 25,000 ബൈ 10⁻⁻⁵ ഇൻറ്റു 0.01. 0.01 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.01 10⁻⁻² എന്ന് എഴുതിക്കൂടെ? 0.1 നമുക്ക് 10⁻⁻1 എന്ന് എഴുതാം. 0.01 10⁻⁻² എന്ന് എഴുതാം. അതുകൊണ്ട് ഞാൻ ഇവിടെ 0.01 10⁻⁻² എന്ന് എഴുതി. ഓക്കെ, അതാ നോക്കിയേ, 25,000 ബൈ 10⁻⁻5ഉം 10⁻⁻2ഉം ഗുണിക്കുന്നു. അപ്പൊ നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോമാറ്റിലാണ്. അപ്പൊ a⁻m+n ഇവർ തമ്മിൽ ആഡ് ചെയ്തേ, -5ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പം -7, 10⁻⁻7. ഓക്കെ, അപ്പോൾ 25,000 ബൈ 10⁻⁻7. അപ്പോൾ ഈ -7 ന്യൂമറേറ്ററിൽ വരുമ്പം 25,000 ഇൻറ്റു 10⁻7. അപ്പം എന്ത് വരും? ഇവിടെ 3 സീറോസ് ഇല്ലേ? അപ്പം നമുക്കതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 25 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻7. 25 ഇൻറ്റു 3ഉം 7ഉം a⁻m ഇൻറ്റു a⁻n. അപ്പം നമ്മൾ നേരത്തെ ചെയ്താണെങ്കിൽ a⁻m+n. അപ്പോൾ 10⁻3 ഇൻറ്റു 10⁻7. 10⁻3+7 3ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പം 10⁻10. നമുക്ക് നോക്കുമ്പം ഓപ്ഷനിൽ അങ്ങനെ 10⁻10 എന്നൊരു ഓപ്ഷൻ ഇല്ല. ഒറ്റ പോയിന്റ് മാറ്റി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ 2.5 എന്നുള്ള ടേമിൽ എഴുതുന്നു. അതായത് ഞാനിവിടെ 10 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു അല്ലേ? ഇവിടെ നമുക്ക് 2.5 എന്നാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി. ഇവിടെ 25 ഇൻറ്റു 10⁻10 എന്നല്ലേ കിട്ടിയത്. അപ്പം നമ്മൾ ഒരു പോയിന്റ് മാറ്റി ഡോട്ട് ഇടണം. ഇവിടെ ഒരു പോയിന്റ് മാറ്റി ഡോട്ട് ഇടണമെങ്കിൽ പവറിൽ നിന്ന് 1 അങ്ങ് കുറച്ച് എഴുതിയാൽ മതി. അതായത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എ സ്റ്റീൽ വയർ 10 meter long and 10⁻⁻5 into meter square in cross sectional area elongates by 0.01 meter under a tension of 2500 Newton. Young's modulus for steel from this data is computed as. അപ്പോൾ നമ്മളോട് Young's modulus ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് Young's modulusന്റെ ഇക്വേഷൻ എഴുതാം. y equals f/a into delta L into L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഇവിടെ ഫോഴ്സ് നമുക്കറിയാം യൂണിറ്റ് ന്യൂട്ടൺ ആണല്ലേ. അപ്പോൾ അതായത് ഇവിടെ 2500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ടെൻഷൻ ഫോഴ്സ് ആണ്, ടെൻഷണൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ഒരു ഫോം തന്നെയാണ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വാല്യൂ 2500. ഇനി ഇതിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. ഈ വയറിന്റെ ലെങ്ത് 10 മീറ്റർ ആണ്. 10 ആണ് ലെങ്ത്. ഏരിയ, ഈ വയറിന്റെ ഏരിയ 10⁻⁻5 cm² ആണ്. ലെങ്തിലുണ്ടായ ചേഞ്ച്, ഈ വയറിന് എലോങ്ങേറ്റ് ചെയ്തപ്പം ഇത് എത്രമാത്രം എലോങ്ങേറ്റ് ചെയ്തു എന്നുള്ളത് 0.01 ആണ് അല്ലെ. 0.01 നിങ്ങൾ നോക്കിയേ, നമുക്ക് ഈ 0.1 ആണെങ്കിൽ 10⁻⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 0.01 ആണെങ്കിൽ
10⁻² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 0.01 പകരം 10⁻² എന്ന് കൊടുക്കുകയാണ്. 10⁻². ഓക്കെ, അപ്പോൾ ഇവിടെ താ നോക്കിയേ 10⁻⁻5 × 10⁻². ഇത് നമ്മൾ a⁻m × a⁻n എന്നുള്ള ഫോമിലല്ലേ 10⁻5 × 10⁻². അപ്പോൾ ഇവർ തമ്മിലൊന്ന് ആഡ് ചെയ്തേ, -5ഉം -2ഉം. അപ്പോൾ -7. അപ്പം നമുക്ക് ഈ 10⁻5 × 10⁻²ന് വരെ എന്ത് കൊടുക്കാം? 10⁻7. ഓക്കെ, ഇനി ഈ 10⁻7 ഞാൻ അങ്ങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുന്നു. അപ്പം നമുക്കറിയാം ന്യൂമറേറ്ററിൽ 2500നെ 10 കൊണ്ട് ഗുണിക്കും, അതായത് 25,000 കിട്ടി. ഇനി 10⁻7 ന്യൂമറേറ്ററിൽ പോയാൽ എന്താവും? 10⁻+7 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ 3 zeros അല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 25 × 10⁻3 × 10⁻7. അപ്പോൾ 25 വീണ്ടും നമ്മളിതാ ഇതുപോലെ തന്നെ a⁻m × 10⁻3 × 10⁻7. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻3+7, അതായത് 10⁻10. ഓക്കെ, 10⁻10 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ 25 × 10⁻10. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം 25 എന്നുള്ളൊരു ആൻസർ ഇല്ല, 2.5 എന്നുള്ളൊരു ആൻസർ ആണ്. അതായത് നമ്മൾ ഒരു പോയിന്റ് മാറ്റി ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയ ആൻസർ 25 × 10⁻10 ആണ് അല്ലേ? അപ്പം നമുക്ക് ഒരു പോയിന്റ് മാറ്റണം. അതായത് ഇവിടെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു പോയിന്റ് മാറ്റാൻ പറ്റും. അപ്പം നമ്മൾ രണ്ടിടത്തും 10 കൊണ്ട്, ന്യൂമറേറ്ററിലും 10 കൊണ്ട്, ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് വരാതിരിക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 25നെ നമ്മൾ ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു പോയിന്റ് മാറ്റി നമ്മൾ ഡോട്ട് ഇട്ടാൽ മതി, 2.5 എന്ന് കിട്ടും. ഇനി ഇതാ നോക്കിയേ, വീണ്ടും 10⁻10 × 10, അതായത് 10⁻10 × 10. 10 എന്ന് പറഞ്ഞാൽ 10ന്റെ പവർ 1. അപ്പം a⁻m × a⁻n, a⁻m+n, 10 ഒന്നും കൂടെ കൂട്ടുമ്പം 11. സോ 10⁻11. മനസ്സിലായോ? അതായത് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി, നമുക്ക് ഒരു പോയിന്റ് മാറ്റി ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഈ 10 ഡിവൈഡ് ചെയ്തത് നമ്മൾ ചെയ്ത് നോക്കുക. ഇവിടെ 25നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 2.5 കിട്ടും. ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10⁻11 കിട്ടും. സോ ആൻസർ 2.5 × 10⁻11 ആണ് കിട്ടിയത്, ന്യൂട്ടൺ m². അപ്പം ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ആണ്. 2.5 × 10⁻11 ന്യൂട്ടൺ m². ഓക്കെ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ ഹൂസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 2 mm² ഈസ് സ്ട്രെച്ച്ഡ് ബൈ 0.1 mm by a certain load, and if a similar wire of triple the area of cross section is stretched by same load, then the elongation of second wire would be. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമുക്കൊരു നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ യൂഷ്വലി ഇപ്പോൾ യങ്സ് മോഡൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പല ഫാക്ടേഴ്സും തരും. പക്ഷേ ഇവിടെ ഒരു കമ്പയർ ചെയ്തുള്ള സിറ്റുവേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് യൂഷ്വലി ഉള്ള യങ്സ് മോഡൽസിൻ്റെ ഇക്വേഷൻ എഴുതാം. യങ്സ് മോഡൽസ് ഈക്വൽസ് F/A ΔL × L. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലൊരു വയർ ഉണ്ടായിരുന്നു. ആ വയറിന് ഒരു യങ്സ് മോഡുലസ് ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ലെങ്ത് ഉണ്ട്, ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ വയറിനെ, ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 mm² ഉള്ള വയറായിരുന്നു. അതിനെ നമ്മൾ 0.1 mm എലോങ്ങേറ്റ് ചെയ്തു. അതിൻ്റെ ലെങ്ത്, അതിനെ സ്ട്രെച്ച് ചെയ്ത് എത്രയാണ്? 0.1 mm ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഏരിയയും തന്നു, അത് എത്രമാത്രം elongated ആയി, 0.1 mm elongated ആയി. ഓക്കെ, ബൈ എ സർട്ടൈൻ ലോഡ്. അപ്പോൾ എത്രയോ ഒരു ലോഡ്, എത്രയോ ഒരു ഫോഴ്സ് കൊടുത്തപ്പം, ലോഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എത്രയോ ഒരു ഫോഴ്സ് കൊടുത്തപ്പം അത് എലോങ്ങേറ്റ് ആയി. ഇനി നമ്മൾ പറയുന്നു ഇതുപോലെ നമ്മൾ മറ്റൊരു വയർ, സിമിലർ വയർ ആണ്. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത വയർ ഇതാണ്, Y = FL/A ΔL എന്ന ആദ്യത്തെ വയറിൻ്റെ യങ്സ് മോഡുലസ് കണ്ടുപിടിച്ചു. ഇനി ഞാനിപ്പോൾ അതുപോലെ തന്നെ ഒരു വയർ, അതായത് ഇപ്പം ഞാനൊരു
സ്റ്റീലിൻ്റെ വയർ എടുത്തു, ഞാൻ മറ്റൊരു സ്റ്റീലിൻ്റെ വയർ എടുത്തു. രണ്ട് സ്റ്റീലിൻ്റെ വയറിലെയും യങ്സ് മോഡുലസിന് മാറ്റം കാണുമോ? ഇല്ല, രണ്ടിലും 200 എന്നുള്ള വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുപോലുള്ള മറ്റൊരു മെറ്റീരിയൽ എടുത്തു, അതിൻ്റെയും യങ്സ് മോഡുലസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ നമുക്ക് 1 എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടിടത്തും y കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് y എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. കാരണം yക്ക് ഒരു ചേഞ്ച് ഇല്ല, രണ്ടിടത്തും യങ്സ് മോഡുലസ് മാറ്റമില്ല. അതിന് കാരണം എന്താ? രണ്ടും സിമിലർ വയർ ആണ്. ഇനി ശ്രദ്ധിക്കുക, ട്രിപ്പിൾ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് മാറ്റമുണ്ട്. ആദ്യം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. കാരണം നേരത്തെ എടുത്തതിൻ്റെ 3 ഇരട്ടിയാണ്. നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് മാറ്റമുണ്ട്. സ്ട്രെച്ച്ഡ് ബൈ സെയിം ലോഡ്. അത് നോക്കിയേ, ലോഡിന് മാറ്റമില്ല, ഫോഴ്സിന് മാറ്റമില്ല. അപ്പോൾ ഫോഴ്സ് രണ്ടിടത്തും എന്ത് തന്നെ? എഫ് തന്നെ. ഇനിയിപ്പോൾ താ നോക്കിയേ, ദെൻ ദ എലോങ്ങേഷൻ ഓഫ് സെക്കൻഡ് വയർ വുഡ് ബി. അപ്പോൾ രണ്ടാമത്തെ വയറിൻ്റെ എലോങ്ങേഷൻ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എലോങ്ങേഷന് മാറ്റമുണ്ട്. ആദ്യത്തെ കേസിൽ ഡെൽറ്റ L1 ആണ് എലോങ്ങേഷൻ, രണ്ടാമത്തെ കേസിൽ ഡെൽറ്റ L2 ആണ് എലോങ്ങേഷൻ. A1 A2ന് മാറ്റമുണ്ട്. വയറിന്റെ ഇനിഷ്യൽ ലെങ്ത് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. ലെങ്തിന് മാറ്റമില്ല, ഫോഴ്സിന് മാറ്റമില്ല, യങ്സ് മോഡുലസിന് മാറ്റമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ഡെൽറ്റ L1ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. ഡെൽറ്റ L1 ഈക്വൽസ് FL ബൈ YA1 ഇങ്ങനല്ലേ കിട്ടുന്നത്? അതായത് ഈ ഡെൽറ്റ L1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, YA ഇങ്ങോട്ട് കൊണ്ടുവന്നു, ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. ഡെൽറ്റ L1 എന്ന് പറയുന്നത് FL ബൈ YA1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? FL ബൈ YA2. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇക്വേഷനകത്തും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എന്താ നിങ്ങൾ നോക്കിയേ, രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തുകൂടെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ വയറിന്റെ എലോങ്ങേഷൻ ആണ്, ഡെൽറ്റ L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 കണ്ടുപിടിക്കാൻ പോവാണേ. നോക്കിക്കോണേ, ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 എന്ന് പറയുന്നത്, ഡെൽറ്റ L2ന്റെ വാല്യൂ നോക്കിയേ, FL ബൈ YA2. ഓക്കെ, ഇനി ഡെൽറ്റ L1ന്റെ വാല്യൂ നോക്കിയേ, FL ബൈ ഒരു ഡിനോമിനേറ്റർ കിടക്കുന്ന YA1 ഇക്വേഷൻ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലേക്ക് വരും, YA1. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഡെൽറ്റ L1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, FL ബൈ YA2. ഇവിടെ താ നോക്കിയേ, ബൈ ഡിവൈഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? FL ബൈ YA1. അപ്പോൾ FL താഴെ വന്നു, മുകളിൽ YA1 വന്നു. അപ്പോൾ രണ്ടിടത്തും നമുക്ക് Y ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ FLഉം FLഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ നമുക്ക് ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 എന്ന് പറഞ്ഞ് കിട്ടുന്ന എന്താണ്? A1 ബൈ A2. A1 ബൈ A2. അപ്പോൾ അതാ നിങ്ങൾ നോക്കിയേ, A1 ബൈ A2ന്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ആദ്യത്തെ A1ന്റെ ക്രോസ് സെക്ഷണൽ 2 mm² ആണ്. ഓക്കെ, A2ന്റെ വാല്യൂ താ നോക്കിയേ, A2 എന്ന് പറയുന്നത് എത്രയാണോ ഉണ്ടായിരുന്നത്, ആദ്യം എത്രയാണോ ഉള്ളത് അതിൻ്റെ 3 ഇരട്ടി, അതായത് 2 mm²ന്റെ 3 ഇരട്ടി വാല്യൂ അല്ലേ? ആദ്യം എത്രയാണോ അതിൻ്റെ ഇരട്ടി വാല്യൂ. അപ്പോൾ ഈ 2 mm²ഉം 2 mm² ക്യാൻസൽ ആയി പോവും. സോ ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഒന്നുമില്ല, നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 A1 ബൈ A2 എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തിച്ചേരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് A1ന്റെ വാല്യൂ എത്ര ആണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 mm² ആണ്. A2 എന്ന് പറയുന്നത് ആ A1ന്റെ ത്രൈസ് ആണ്, ട്രിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ 2 mm² ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 2 mm² ബൈ 2 mm² ഇൻറ്റു 3. അപ്പോൾ ഈ 2 mm²ഉം 2 mm² ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 1/3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ L2നെ എങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു ഡെൽറ്റ L1 എന്നല്ലേ? അപ്പോൾ ഫസ്റ്റിൻ്റെ ചേഞ്ച് എത്ര ആണ്? ഡെൽറ്റ L1 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 0.1 mm. ഡെൽറ്റ L2 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 0.1 mm. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആ പോയിന്റ് മാറ്റാൻ വേണ്ടി ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ, പോയിന്റ് മാറ്റാൻ വേണ്ടി. 1/3 ഇൻറ്റു
പോയിന്റ് മാറ്റാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ന്യൂമറേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മുടെ പോയിന്റ് അങ്ങ് പോകും. 1 millimeter ബൈ 10. അപ്പം അത് നോക്കിയാൽ നമുക്ക് കിട്ടി 1/30 millimeter. ഓക്കെ, അപ്പോൾ ഈ 1/3യുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 1/3യുടെ വാല്യൂ 0.33 ആണ് അല്ലേ. അപ്പോൾ 1/3യുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു 0.33 ബൈ 1/3 കൊടുത്തോളൂ. താഴെ ഒരു 0 കൂടെ ഉണ്ട്, അതായത് താഴെ ഒരു 10 കൂടെ ഉണ്ട്. 1/3യുടെ വാല്യൂ നമ്മൾ 0.33 കൊടുത്തു, ബൈ 10 ഉണ്ട്. ഓക്കെ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് എന്ത് ചെയ്യുക? ഒരു പ്ലേസ് മാറ്റി ഷിഫ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ആൻസർ കിട്ടും 0.033 millimeter. മനസ്സിലായോ? ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 0.33 ബൈ 10 ആണ്. അപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു പ്ലേസ് കൂടെ മാറ്റി പോയിന്റ് ഇങ്ങോട്ടാവും. അപ്പം ഇവിടെ അല്ലായിരുന്നു ആദ്യം പോയിന്റ്, ഇപ്പം അത് ഇങ്ങോട്ടായി. ഇപ്പം പോയിന്റ് ഇവിടെ ആയി. നമ്മൾ ബാക്കി കാര്യങ്ങൾ എഴുതുന്നു. ഈ പോയിന്റ് നമുക്കൊന്ന് കാണണം, അതിന് വേണ്ടിയാണ് ഫ്രണ്ടിൽ നമ്മളൊരു 0 കൊടുക്കുന്നത്. അപ്പം ആൻസർ 0.033 millimeter. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനർജി സ്റ്റോർഡ് ഇൻ സ്ട്രെച്ചിങ് എ സ്ട്രിങ് പെർ യൂണിറ്റ് വോളിയം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ മാക്സിമം ആഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് മെയിൻലി നിങ്ങളുടെ എക്സാമിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് യൂസ്ഫുൾ ആക്കുക. അപ്പോൾ എന്താ നോക്കിയേ, ഒരു ഒരു സ്ട്രിങ്ങിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പം ആ സ്ട്രിങ്ങിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി പെർ യൂണിറ്റ് വോളിയം. ഓർത്ത് നോക്കുക, പെർ യൂണിറ്റ് വോളിയം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സ്ട്രിങ്ങിൽ ഇപ്പം എൻ്റെ ഒരു സ്ട്രിങ് ഉണ്ട്, ആ ഒരു സ്ട്രിങ്ങിൽ എത്രമാത്രം എനർജി സ്റ്റോർ ചെയ്യുന്നു ഞാൻ മെഷർ ചെയ്യുവാണ് യൂണിറ്റ് വോളിയത്തിൽ. ഞാൻ 1 മീറ്റർ ക്യൂബ് വോളിയം എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം എനർജി സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അപ്പം ഇവിടെ ആക്ച്വലി ഒരു ഓപ്ഷനകത്ത് ആദ്യത്തത് ഹാഫ് ആണ് കേട്ടോ, ഒരു തെറ്റ് പറ്റിയതാണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓപ്ഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഇനി മറ്റൊരു രീതിയിലും ഈ ഇക്വേഷൻ വരാം കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അതായത് നമുക്കിപ്പം കിട്ടിയ എനർജി ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നല്ലേ. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ താഴെയും മുകളിലും ഞാൻ എന്താ സ്ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ കിട്ടിയ ഇക്വേഷന്റെ താഴെയും മുകളിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്ട്രെയിൻ കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, ആ ഇക്വേഷന് ചേഞ്ച് വരാതിരിക്കാൻ. അപ്പൊ അതാ നിങ്ങൾ നോക്കിയേ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് അല്ലേ. സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. അപ്പം നമ്മൾ യൂഷ്വലി ഇതൊരു വയറാണ് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിനെ യങ്സ് മോഡുലസ് എന്ന് എഴുതാം. അപ്പം ഇതിന് മൊത്തത്തിൽ നമുക്ക് y എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു y ഇൻറ്റു ഇവിടെ നോക്കിയേ സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിനെ സ്ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ട്രെയിൻ സ്ക്വയർ. കാരണം ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. കാരണം 2 ഓപ്ഷനും അവർ കൊടുത്തു. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിനും കൊടുത്തു, ഹാഫ് ഇൻറ്റു y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയറും കൊടുത്തു. അപ്പോൾ പല കുട്ടികളും ആദ്യത്തെ ഓപ്ഷൻ മാത്രം എഴുതി. പക്ഷേ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആയിരുന്നു. അപ്പോൾ ആ ഒരു ആൻസർ പലർക്കും നെഗറ്റീവ് ആയി പോയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ട്രെച്ചിങ് സ്ട്രിങ്ങിൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ്, സ്ട്രെസ് സ്ക്വയർ അല്ല. ഇത് സ്ട്രെയിൻ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഈ ഒരു ആൻസർ കറക്റ്റായി വന്നേനെ. ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഡയമെൻഷൻ ഫോർമുല ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ നിങ്ങളോട് പറയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാം യങ്സ് മോഡുലസിൻ്റെ, ബൾക്ക് മോഡുലസിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രെസ്സിൻ്റെ. എല്ലാത്തിൻ്റെയും ആൻസർ സെയിം ആണ് കേട്ടോ. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, സ്ട്രെസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പം റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താ, എല്ലാ മോഡുലസും എങ്ങനെയാണ്? സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്, സ്ട്രെയിൻ്റെ കേസിൽ എന്തില്ല?
ഡയമെൻഷൻ ഇല്ല. അപ്പം നമ്മൾ സ്ട്രെയിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട. ഏത് സ്ട്രെയിൻ ആയിക്കോട്ടെ, സ്ട്രെയിൻ എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും സ്ട്രെസ്സും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ 1 കിട്ടുന്നത്. അപ്പം സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫോഴ്സിനെ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ MA ആണ് അല്ലേ, MA ബൈ ഏരിയ. ഓക്കെ, എം മാസിന്റെ ഡയമെൻഷൻ എന്താണ്? എം. എ എന്ന് പറയുന്നത് സ്മോൾ എ ആക്സിലറേഷൻ ആണ്, അതിന്റെ ഡയമെൻഷൻ LT⁻². ബൈ ഏരിയ. ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ ഏരിയ കണ്ടുപിടിക്കുന്നത്. അതായത് L² ആണ് ഏരിയയുടെ ഡയമെൻഷൻ. അപ്പോൾ അതാ നോക്കിയേ, ഒരു എല്ലും ഈ എല്ലും ക്യാൻസൽ ആയി. അപ്പോൾ പിന്നെ നമുക്കുള്ളത് MT⁻²/L. അപ്പോൾ ഈ എല്ലിനെ നമുക്കങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. എല്ലിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പം നോക്കിയേ, എൽ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പം എൽ താഴെ +1 ആയിരുന്നു, ന്യൂമറേറ്ററിൽ വരുമ്പം -1. ML⁻⁻1 T⁻². അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ML⁻⁻1 T⁻² ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസിൻ്റെയൊക്കെ ഡയമെൻഷൻ ML⁻⁻1 T⁻². അടുത്തത്, അക്കോർഡിംഗ് ടു ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇഫ് സ്ട്രെസ് ഈസ് ഇൻക്രീസ്ഡ്, റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ്. അതായത് നമ്മൾ നേരത്തെ ഒരു മോഡുലസ് ഹുക്സ് ലോ വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചത്? റീസ്റ്റോറിംഗ് ഫോഴ്സും അവിടെ ഉണ്ടാകുന്ന എലോങ്ങേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. F പ്രൊപ്പോർഷണൽ ടു -x ആണ്. F =-kx എന്നുള്ള ഹുക്സ് ലോ നമ്മൾ ആദ്യം പഠിച്ചു. അത് അടുത്ത ഹുക്സ് ലോ നിങ്ങൾ ഓർക്കുക, നമ്മുടെ തോമസ് യങ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് മോഡിഫൈ ചെയ്ത അടുത്ത ഹുക്സ് ലോ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് എന്താണ്? ഹുക്സ് ലോയുടെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. മോഡിഫൈഡ് ഹുക്സ് ലോ എന്നറിയപ്പെടും. ചില കേസുകളിൽ ഹുക്സ് ലോ എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയുക, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. നമുക്കറിയാം സ്ട്രെസ്സിനെ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇലാസ്റ്റിക് മോഡുലസ് എന്ന് വിളിച്ചത് അല്ലേ? ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതാ നോക്കിയേ, ഒരു ഹുക്സ് ലോ വെച്ചിട്ട് ഹുക്സ് ലോ പറയുന്നത് ഈ സ്ട്രെസ് ഈസ് ഇൻക്രീസ്. അപ്പം എന്നാൽ നിങ്ങൾ നോക്കിയേ, ഞാനിപ്പം ഹുക്സ് ലോ, നമ്മളിപ്പോൾ ഹുക്സ് ലോ വെച്ചിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നു. സ്ട്രെസ് ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു? സിസ്റ്റത്തിൻ്റെ സ്ട്രെസ് ടു സ്ട്രെയിൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൻ്റെ സ്ട്രെസ് കൂട്ടുന്നു. അതാണ്ട് സ്ട്രെസ് ഞാൻ കൂട്ടി, അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്ട്രെയിൻ കുറയ്ക്കാൻ നോക്കില്ലേ? അപ്പോൾ സ്ട്രെസ് കൂട്ടി സ്ട്രെയിൻ കുറച്ചു. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും റേഷ്യോ എടുത്താൽ ആ വാല്യൂ എന്ത് തന്നെ കിട്ടും? കോൺസ്റ്റന്റ് തന്നെ കിട്ടില്ലേ? ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് നമ്മളിപ്പം ഒരു സിസ്റ്റത്തിന്റെ കേസിൽ 100 ആയിരുന്നു ആദ്യം അതിന്റെ സ്ട്രെസ് എന്ന് വിചാരിക്കാം. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് 200 ആയിരുന്നു. അതായത് സിസ്റ്റത്തിന്റെ സ്ട്രെസ് 100 ആയിരുന്നു, സ്ട്രെയിൻ എന്തായി? 200 ആയി. അപ്പം നമുക്കിവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുമ്പം ഇലാസ്റ്റിക് മോഡുലസ് കിട്ടുന്നത് 100/200, അതായത് 0.5 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ സിസ്റ്റത്തിന്റെ സ്ട്രെസ് അങ്ങ് കൂട്ടി, അതായത് സിസ്റ്റത്തിന്റെ സ്ട്രെസ് 100-ൽ നിന്നും ഞാൻ 200 ആക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്ത് ചെയ്യും? അതിൻ്റെ സ്ട്രെയിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ള 200 എന്നുള്ള സ്ട്രെയിൻ്റെ വാല്യൂ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്ട്രെയിൻ കുറയ്ക്കും. എപ്പോഴും ഏത് സിറ്റുവേഷനും സ്ട്രെസ് കൂട്ടിക്കോട്ടെ സ്ട്രെയിൻ കുറച്ചോട്ടെ, എപ്പോഴായാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഏത് സിറ്റുവേഷൻ നോക്കിയാലും 0.5 തന്നെ എന്ത് ചെയ്യും? അവർ സ്ട്രെസ് ടു സ്ട്രെയിൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പല ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം
നമ്മൾ അത്രയും ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്നൊക്കെ ചോദിക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാ നോക്കിയേ, ഒരു സിസ്റ്റത്തിൻ്റെ ഹുക്സ് ലോ നമ്മൾ പറയുന്നത് സ്ട്രെസ് ടു സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സ്ട്രെസ് നമ്മൾ കൂട്ടിയാൽ, നമ്മൾ പറഞ്ഞു സ്ട്രെസ് കൂട്ടുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സ്ട്രെയിൻ കുറയ്ക്കാൻ നോക്കും, സ്ട്രെയിൻ കുറയ്ക്കും. അപ്പോൾ സ്ട്രെസ് കൂടിയ സ്ട്രെയിൻ കുറഞ്ഞു. അപ്പോൾ എന്താ, ആ കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴും അതുപോലെ നിർത്താൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എ വി കോൺസ്റ്റന്റ് ആണെന്ന്. എ വി കോൺസ്റ്റന്റ് അതായത് ഏരിയ കൂട്ടും വോളിയം കുറയും. എ വിയുടെ വാല്യൂ എപ്പോൾ നോക്കിയാലും നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. സ്ട്രെസ് കൂട്ടും, സിസ്റ്റം തനിയെ സ്ട്രെയിൻ കുറയ്ക്കും. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രേക്കിംഗ് സ്ട്രെസ് ഓഫ് എ വയർ ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് ഒരു വയറിൻ്റെ കേസിൽ അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ്, അത് പൊട്ടിപ്പോകുന്നു. നമ്മൾ കണ്ടു ഒരു വയറിൻ്റെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ്, നമ്മൾ ആ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റിനെ നമ്മൾ വിളിച്ച പേരാണല്ലേ ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്. ആ പോയിന്റിൽ നമ്മുടെ വയർ എന്ത് ചെയ്യും? ബ്രേക്ക് ആയി പോകും. ഈ ബ്രേക്കിംഗ് പോയിന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്കിംഗ് പോയിന്റ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഓരോ മെറ്റീരിയലിനനുസരിച്ച് ലെങ്തിനെയോ റേഡിയസിനെയോ ഷേപ്പിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഓരോ മെറ്റീരിയലിൻ്റെയും ബ്രേക്കിംഗ് പോയിന്റ് വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മൾ ഗ്ലാസിൻ്റെ ബ്രേക്കിംഗ് പോയിന്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ബ്രേക്കിംഗ് പോയിന്റ് നോക്കിയാൽ രണ്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ ബ്രേക്കിംഗ് പോയിന്റ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? മെറ്റീരിയൽ ഓഫ് ദ വയറിനെയാണ്. വയറിൻ്റെ മെറ്റീരിയലിനെയാണ് മെയിൻലി എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബ്രേക്കിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് എലാസ്റ്റിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. എലാസ്റ്റിസിറ്റി ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും? നമുക്കറിയാം മെറ്റീരിയൽ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോഴ്സ് വിഡ്രോ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. നമ്മൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിട്ട് മെയിൻലി പറയുന്നത് നമ്മുടെ ക്വാഡ്സിനെയാണ് കേട്ടോ. ക്വാഡ്സിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ഫോഴ്സ് വിഡ്രോ ചെയ്താലും വസ്തു എന്ത് ചെയ്യില്ല? ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരത്തില്ല. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പുട്ടി. പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പുട്ടി എന്ന് പറയണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്വാഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, നമ്മൾ ഏതൊക്കെ വെച്ചിട്ടാണ്, ആരൊക്കെയാണ് ഒരു മെറ്റീരിയലിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഹാമറിങ് ആൻഡ് അനീലിംഗ്, അതായത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിനെ ഹാമർ ചെയ്യുന്നു, അതിനെ നമ്മൾ അടിച്ചു പരത്തി ഷീറ്റ് ആക്കുന്നു. അപ്പം നമ്മൾ അതിനെ മാലിയബിലിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ മാലിയബിലിറ്റി ആക്കി കഴിഞ്ഞാൽ, അതിൻ്റെ മാലിയബിലിറ്റി ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി നമ്മൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് അനീലിൻ്റെ മറ്റൊരു ടേമാണ് ഡക്റ്റൈൽ ആക്കുന്നു. അതിനെ നമ്മൾ ചെറിയ ചെറിയ കമ്പികളായിട്ട് മാറ്റുന്നു. അപ്പം നമ്മൾ അനീലിംഗ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയെ ഹാമറിങ് എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡക്റ്റൈൽ ആക്കുന്നു അല്ലെങ്കിൽ അനീലിംഗ് ആക്കുമ്പോൾ അഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിന് ഇലാസ്റ്റിസിറ്റി വേരി ചെയ്യാം. ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഇലാസ്റ്റിറ്റി കുറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടാം. അത് മെറ്റീരിയലിനെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി ഇമ്പ്യൂരിറ്റി, ചിലപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇലാസ്റ്റിസിറ്റി കൂടും, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കുറവാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറയും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. സോ നമ്മുടെ മെയിൻലി ഇലാസ്റ്റിസിറ്റി ആരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു? ഹാമറിങ് ആൻഡ് അനീലിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഓൾ ഓഫ് ദീസ് ആണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡിസൈനിങ് എ ബീം for its use to support the depression at the center is proportional to. അപ്പോൾ നമ്മൾ ബീം എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ഇലാസ്റ്റിസിറ്റിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുവരുന്നതാണ് ഐ ഷേപ്പ്ഡ് ഗർഡിൽസും ബീമൊക്കെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഒക്കെ കേസിൽ അല്ലേ. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടതാണ്. ഒരു ബ്രിഡ്ജിൻ്റെ കേസിലെ സെൻറ്ററിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ, നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ സെൻറ്ററിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? WL³/4BD³ y. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ്റെ ഇക്വേഷൻ. അതായത് നമ്മളൊരു ബീം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രിഡ്ജിൻ്റെ നടുക്കൊരു ഡിപ്രഷൻ ഉണ്ടാകും. അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടാകുന്ന വെയിറ്റ്, നമ്മൾ ആ ഒരു ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യുന്ന വെയിറ്റ്, ഇപ്പോൾ ആളുകളും അതുപോലെ തന്നെ വെഹിക്കിൾസും ഒക്കെ മൂവ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ആണ് W. L എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ബ്രിഡ്ജിൻ്റെ ലെങ്ത് ആണ് L. B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്.
ഡി എന്ന് പറയുന്നത് എൻ്റെ ഡയമീറ്റർ ആണ്, വൈ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ അതാ നോക്കിയേ, ഒരു ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിപ്രഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? എന്താ നോക്കിയേ, ഡിപ്രഷൻ യങ്സ് മോഡുലസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആണ്, ദാറ്റ് ഈസ് 1/y. ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പലയിടങ്ങളിലെയും ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കുക. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും ചോദിക്കുന്നത്. അത് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇപ്പം നമ്മൾ കണ്ടു ഡിപ്രഷൻ, ഒരു ബീം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് WL3/4BD3y ആണ്. ആ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും വേണേൽ ഇത് ചോദിക്കാം. ആരെ ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ്, ഇപ്പം ലെങ്തിൻ്റെ ക്യൂബിനെ ഡയറക്റ്റ്ലി, അതുപോലെ തന്നെ ബ്രെഡ്ത്തിനെ ഇൻവേഴ്സ്ലി, ഡിപ്രഷൻ നമ്മുടെ ഡയമീറ്ററിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ലിക്വിഡ് ഈസ്. ഒരു ലിക്വിഡിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ ഏതാണ്? നമുക്കറിയാം ലിക്വിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എലാസ്റ്റിസിറ്റി നമ്മൾ ലിക്വിഡ് കാണിക്കുന്നതല്ല, യൂഷ്വലി സോളിഡ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഫ്ലൂയിഡിന് ഒഴുകാൻ പറ്റും അല്ലേ, എല്ലാ ലിക്വിഡ്സിനും ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഫോംലെസ്നെസ്, അതായത് അതിനൊരു പ്രത്യേക ഫോം ഇല്ല, അതിന് ഏതാണോ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അതായിരിക്കും അത് അക്വയർ ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻ ഡി നോക്കിയേ, വോളിയം കൺസർവേഷൻ, ഇതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വോളിയം കൺസർവേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ലിക്വിഡിന് ഒരു വോളിയം ഉണ്ട്, ഇപ്പോൾ അതിൻ്റെ വോളിയം 10 ml ആണെങ്കിൽ അത് ഏത് കണ്ടെയ്നറിൽ എടുത്താലും അതിൻ്റെ വോളിയം 10 ml തന്നെ നിൽക്കും. അതായത് വോളിയം കൺസർവേഷൻ ആണ്. ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ഇത്രയും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്ന് തോന്നും. പക്ഷേ ഇത്രയും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടി എന്തായാലും ഡൗട്ട്ഫുൾ ആവും. കാരണം ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരിൽ തന്നെ ഉണ്ട്, ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡിറ്റി ആണോ അതോ ഇനി ഫോംലെസ്നെസ് ആണോ? ഫോം ഒന്നും എല്ലാം ഫോമിൽ ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഏതാണോ കണ്ടെയ്നർ ആ ഷേപ്പിലല്ലേ. അപ്പോൾ ഫോംലെസ്നെസ് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആകാം. പിന്നെ വോളിയം കൺസർവേഷൻ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വന്നാൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ലിക്വിഡിന്റെ ഏറ്റവും ഡിസ്റ്റിങ്വിഷീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വോളിയം കൺസർവേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് ഹാവ് ദ സെയിം ഡയമെൻഷൻ? അപ്പൊ സെയിം ഡയമെൻഷൻ അല്ലാത്ത പെയർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എനർജി ആൻഡ് വർക്ക്. ഇവിടെ നിങ്ങൾ നോക്കിയേ, എനർജി വർക്ക്. അപ്പം നമ്മളിത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറം വെച്ചിട്ട് അറിയാവുന്നൊരു കാര്യമാണ് വർക്കും എനർജിയും സെയിം ആണ്. അപ്പോൾ അവരുടെ ഡയമെൻഷൻ എന്തായാലും സെയിം ആയിരിക്കും. ചെയ്ത് നോക്കി ടൈം കളയണ്ട. വർക്ക് ആൻഡ് എനർജി എന്ന് പറയുമ്പോൾ വർക്ക് എനർജി തിയറം വെച്ചിട്ട് വർക്കും എനർജിയും സെയിം ആണ്. രണ്ടുപേരും സെയിം ആണെങ്കിൽ അവരുടെ ഡയമെൻഷനും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? സെയിം ആണ്. ഡയമെൻഷനും സെയിം ആണ്. ഓക്കെ, അപ്പം വർക്ക് ആൻഡ് എനർജിയുടെ ഡയമെൻഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വർക്ക് ആൻഡ് എനർജി ഡയമെൻഷൻ സെയിം ആണ്. അടുത്തത് നോക്കിയേ, സ്ട്രെയിൻ ആൻഡ് ആംഗിൾ. നമുക്ക് നോക്കാം. സ്ട്രെയിൻ ഡയമെൻഷൻ ഇല്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് സ്ട്രെയിൻ ഒരു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ സ്ട്രെയിൻ. അപ്പം ആംഗിൾ നമുക്ക് നോക്കിയാൽ നമ്മൾ യൂഷ്വലി ആംഗിൾ, ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് നമ്മൾ യൂഷ്വലി മീറ്ററിലല്ലേ, അപ്പോൾ റേഡിയസ് എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പം മീറ്ററും ക്യാൻസൽ ആയി പോകുമ്പോൾ ഇതിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻ ലെസ് ആണ് ആംഗിളും. പിന്നെ ഓർത്ത് വെക്കുക, ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, ബട്ട് ആംഗിളിന് ഒരു യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ റേഡിയൻ ആണ് കേട്ടോ. റേഡിയൻ ആണ് യൂണിറ്റ്. അപ്പോൾ അടുത്ത ഒരു സിമിലർ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടി, സ്ട്രെയിനും ആംഗിളും. ഇവർക്കും ഡയമെൻഷൻ ഒരുപോലെയാണ്. രണ്ടുപേരും ഡയമെൻഷൻ ഇല്ലാത്തവരാണ്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നമുക്ക് ടെൻഷൻ നോക്കാം. അപ്പോൾ ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ടെൻഷൻ അതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെത് എം എ, മാസിൻ്റെത് എം, ആക്സിലറേഷൻ്റെത് LT⁻². അപ്പോൾ ടെൻഷണൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML⁻². ഓക്കെ, ഇനി നമുക്ക് സർഫസ് ടെൻഷൻ നോക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്മളിപ്പോൾ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിൽ എത്രമാത്രം ഫോഴ്സ് ആണ് യൂണിറ്റ് ലെങ്തിൽ, ആ യൂണിറ്റ് ലെങ്തിൽ എത്രമാത്രം നോർമൽ ഫോഴ്സ് ഉണ്ടെന്ന് നോക്കും. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്
ഫോഴ്സിനെ ലെങ്ത് കൊണ്ട്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയേ MA/L MLT⁻²/L MLT⁻²നെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലും ക്യാൻസൽ ആവും. അപ്പം MT⁻² ആണ് എന്തിൻ്റെ ഡയമെൻഷൻ? നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ. അപ്പോൾ അതായത് ഇവിടെ നോക്കിയേ, ടെൻഷൻ്റെ ഡയമെൻഷൻ MLT⁻², സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ MT⁻². അപ്പോൾ ഇതൊരു ഓഡ് വൺ ആയിട്ടുള്ള പെയറല്ലേ? അപ്പോൾ ഇതാണ് ഒരു ഓഡ് വൺ ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടെൻഷൻ ആൻഡ് സർഫസ് ടെൻഷൻ ആണ്. കാരണം ടെൻഷൻ്റെ യൂണിറ്റ് MLT⁻² ആണ്, നമ്മുടെ സർഫസ് ടെൻഷൻ്റെ കേസിൽ MT⁻² ആണ്. അപ്പോൾ ഇതാണ് ഓഡ് വൺ. അപ്പോൾ ചില കുട്ടികൾക്ക് പ്രഷർ ആൻഡ് സ്ട്രെസ് ഡൗട്ട്ഫുൾ ആവും. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നോക്കിയേ, പ്രഷറിൻ്റെ കേസിൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ? യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ഉണ്ട് എന്നതിൻ്റെ ഫാക്ടറാണ് പ്രഷർ എന്ന് പറയുന്നത്, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സിൻ്റെത് MLT⁻² ബൈ ഏരിയയുടെ എന്താണ്? L² ആണല്ലേ? അപ്പോൾ അതാ എല്ലും ക്യാൻസലായി. അപ്പോൾ ന്യൂമറേറ്ററിൽ MT⁻²/L. അപ്പോൾ ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ എന്താവും? ഇവിടെ +1 ആണ്, ന്യൂമറേറ്ററിൽ വരുമ്പോൾ -1. ML⁻⁻1 T⁻². ഇതാണ് എന്തിൻ്റെ ഡയമെൻഷൻ? പ്രഷറിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്ട്രെസ് നോക്കാം. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് നോക്കിയാൽ അതേ ആളെ തന്നെ കിട്ടില്ലേ? നമുക്ക് ചെയ്ത് നോക്കിയാൽ അതേ വാല്യൂ തന്നെയല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രഷറും സ്ട്രെസ്സും ഒരേ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പലതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഡയമെൻഷൻ ചെയ്ത് പലതും സമയം കളയണ്ട. ഇപ്പോൾ വർക്ക് എനർജിയിൽ ഡയറക്റ്റ് വർക്ക് ആൻഡ് എനർജി സെയിം ആണ്, വർക്ക് എനർജി തിയറം വെച്ചിട്ട് രണ്ടും സെയിം ആണ്, രണ്ടുപേരുടെയും ഡയമെൻഷൻ ഒന്നാണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ട്രെയിൻ ആൻഡ് ആംഗിൾ രണ്ടുപേർക്കും ഡയമെൻഷൻ ഇല്ല, അത് നമുക്ക് മനസ്സിലായി. പ്രഷറും സ്ട്രെസ്സും ഒരേ ഡയമെൻഷൻ ഉള്ളവർ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷനും സർഫസ് ടെൻഷനുമാണ്. കാരണം അവർക്ക് സെയിം ഡയമെൻഷൻ അല്ല, അവർക്ക് മാത്രമാണ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A body is floating in a liquid. The upthrust on the body is എന്തിന് ഇക്വലൻ്റ് ആണ് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അപ്പം നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്ത്രസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ബോയൻ ഫോഴ്സ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഒരു ഒബ്ജക്റ്റിന് നമ്മളൊരു ലിക്വിഡിൽ വെച്ച് കഴിഞ്ഞാൽ താഴോട്ടൊരു വെയിറ്റും കാണും, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്ത് മുകളിലോട്ട് അപ്ത്രസ്റ്റ് കാണും, അല്ലെങ്കിൽ ഒരു ബോയൻ ഫോഴ്സ് കാണും. അപ്പോൾ അപ്ത്രസ്റ്റും വെയിറ്റും എന്താണ്? ഈക്വൽ ആണ്. ബോഡിയുടെ അപ്ത്രസ്റ്റും വെയിറ്റും ഈക്വൽ ആണ്. സോ ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ അപ്ത്രസ്റ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? ബോഡിയുടെ വെയിറ്റിന് ഇക്വലൻ്റ് ആണ്. ഇനി നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മളിത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു പ്രിൻസിപ്പിളിൽ പഠിച്ചു. ഏത് പ്രിൻസിപ്പിളിൽ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിച്ചു. നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക്, ഇതിനകത്ത് നിറയെ വെള്ളം ഇരിക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താ കൊണ്ടുവന്നൊരു ബോൾ അങ്ങ് എടുത്തിട്ടു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യും അല്ലേ? കുറച്ച് വെള്ളം ഇങ്ങനെ വന്ന് ഒരു കൊച്ചു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഇതിനകത്തേക്ക് വന്ന് നിറയുന്നത് കാണാം. അപ്പം ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഇക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ബോയൻസിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്, നമ്മളൊരു ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു ലിക്വിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അത് എന്തിന് ഇക്വലൻ്റ് ആണ്? നമ്മൾ ഓൾറെഡി കണ്ടു, വെയിറ്റ് എന്തിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്? അപ്ത്രസ്റ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു ലിക്വിഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? അവിടെ ഉള്ള ആ ബോഡിയുടെ വെയിറ്റിന് ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ അപ്ത്രസ്റ്റിന് ഇക്വലൻ്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ്, ദ അപ്ത്രസ്റ്റ് ഓൺ ദ ബോഡി. അപ്ത്രസ്റ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു. ഈ വെയിറ്റ് ഓഫ് ദ ബോഡിയും ആ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. If there were no gravity, which of the following will not there for a liquid? ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിൽ ആരാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്? അപ്പം നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ് അല്ലേ? അപ്പോൾ ഇതിനെ ഒരു മാസ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൾ വെയിറ്റ് അല്ലേ? അപ്പം G
മാസ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വെയിറ്റ് കിട്ടും. അപ്പം ജി ഇല്ല, ജി 0 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒബ്ജക്റ്റിന് എന്തില്ല? വെയിറ്റ് ഇല്ല, വെയിറ്റ് 0 ആണ്. അപ്പം നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, വെയിറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? അപ്ത്രസ്റ്റ് ആണ് അല്ലേ? അപ്ത്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ബോയന്റ് ഫോഴ്സ്. സോ ഒരു ഒബ്ജക്റ്റിലെ ഗ്രാവിറ്റി ഇല്ല എങ്കിൽ അവിടെ എന്ത് കാണില്ല? അപ്ത്രസ്റ്റ് കാണില്ല. കാരണം ഗ്രാവിറ്റി ഇല്ലെങ്കിൽ വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ലെങ്കിൽ എന്തില്ല? അപ്ത്രസ്റ്റ് ഇല്ല. സോ ആർക്കിമിഡീസ് അപ്വേർഡ് ത്രസ്റ്റ്. ആർക്കിമിഡീസിന്റെ അപ്വേർഡ് ത്രസ്റ്റിന് പറയുന്ന മറ്റൊരു ഷോർട്ട് ടേം ആണ് കേട്ടോ. അപ്വേർഡ് ത്രസ്റ്റിനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ് അപ്ത്രസ്റ്റ്. അപ്പം നമുക്കൊരു ഒബ്ജക്റ്റിലെ ഗ്രാവിറ്റി ഇല്ല എങ്കിൽ അപ്ത്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആർക്കിമിഡീസ് ആണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പളിലൂടെ ഈ ഒരു ബോയന്റ് ഫോഴ്സുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം അദ്ദേഹമാണ് ബോയൻസി എന്നുള്ള കാര്യം പറഞ്ഞത്. അതുപോലെ ബോയന്റ് ഫോഴ്സ് ഉണ്ട്. ഈ ബോയന്റ് ഫോഴ്സ് മറ്റൊരു ടേമാണ് അപ്ത്രസ്റ്റ്. അപ്ത്രസ്റ്റ് എന്തിന് ഇക്വലൻ്റ് ആണ്? ആ ലിക്വിഡ് എത്രമാത്രം ലിക്വിഡാണ് അവിടെ ഡിസ്പ്ലേസ്ഡ് ആവുന്നത് അതിന് ഇക്വൽ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അപ്ത്രസ്റ്റ് എന്നുള്ള ഐഡിയ അല്ലെങ്കിൽ ബോയൻസി എന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ച് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുക, അതാരാണ്? ആർക്കിമിഡീസ് ആണ്. അതുകൊണ്ടാണ് ആർക്കിമിഡീസ് അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. എ ലിക്വിഡ് ഡസ് നോട്ട് വെറ്റ് ദ സോളിഡ് സർഫസ്. അതായത് ലിക്വിഡ് സോളിഡ് സർഫസ് വെറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എക്സാമ്പിൾ ഓർത്ത് പറഞ്ഞാൽ മതി. ആരാണ് വെറ്റ് ചെയ്യാത്തത്? ലിക്വിഡ് സർഫസിനെ വെറ്റ് ചെയ്യാത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെർക്കുറിയാണ് അല്ലേ? മെർക്കുറിയാണ് വെറ്റ് ചെയ്യാത്തവൻ. അപ്പോൾ ഈ മെർക്കുറിയുടെ മെനിസ്കസ് നമ്മളൊന്ന് ഓർത്ത് വെച്ച് എം എന്ന് എഴുതണം. അപ്പോൾ ദാ ഇങ്ങനൊരു ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ? അതായത് വെറ്റ് ചെയ്യാത്ത ആള് മെർക്കുറിയാണ്. മെർക്കുറിയൊക്കെ എപ്പോഴും എന്തേ ഫോം ചെയ്യത്തുള്ളൂ? 90 ഡിഗ്രി കൂടിയ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആ വാല്യൂ ഒന്ന് ഓർക്കുക. മെർക്കുറി വാട്ടറിന്റെ കേസിൽ ആ വാല്യൂ 108 ഡിഗ്രിയാണ്. ഇനി വെറ്റ് ചെയ്യുന്നതായിരുന്നെങ്കിലോ? വെറ്റ് ചെയ്യുന്നതായിരുന്നെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് വാട്ടർ ആണ്. വെറ്റ് ചെയ്യുന്നത് വാട്ടർ ആണ്. അപ്പം വാട്ടറിന്റെ ഡബ്ല്യു കൊടുത്തു. ഇങ്ങനെ ഒരു ആംഗിൾ, കുഞ്ഞൊരു ആംഗിൾ ആണ് കിട്ടുന്നത്. ഒരു അക്യൂട്ട് ആംഗിൾ ആണ്. ആ വാട്ടറും ഗ്ലാസും എടുത്താൽ ഈ അക്യൂട്ട് ആംഗിളിന്റെ വാല്യൂ 8 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെറ്റബിലിറ്റി ഓഫ് എ സർഫസ് ബൈ എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ. വെറ്റബിലിറ്റി ആരെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, ലിക്വിഡ് വെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി. മെർക്കുറി നമ്മൾ വെറ്റ് ചെയ്യത്തില്ലെന്ന് കണ്ടു, വാട്ടർ നമ്മൾ വെറ്റ് ചെയ്യുമെന്ന് കണ്ടു. നമ്മൾ എങ്ങനെ അത് വെറ്റബിലിറ്റി ആണോ, വെറ്റ് ചെയ്യുമോ വെറ്റ് ചെയ്യത്തില്ലയോ എന്ന് നമ്മൾ പ്രൈമർലി പറഞ്ഞത് ആ ഒരു ഫിഗർ വരച്ച ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ചിട്ടല്ലേ പറഞ്ഞത്? വാട്ടർ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ആംഗിൾ. അപ്പം നമ്മൾ ആ ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ബേസിലാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അക്യൂട്ട് ആണെങ്കിൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ അത് വെറ്റ് ചെയ്യും. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ വെറ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പം നമ്മൾ വെറ്റബിലിറ്റി പറയുന്നത് അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ബേസിലാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ സർഫസും ലിക്വിഡും, ആ ലിക്വിഡ് സർഫസും ലിക്വിഡും തമ്മിലുണ്ടാകുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ബേസിലാണ് നമ്മൾ വെറ്റബിൾ ആണോ നോൺ വെറ്റബിൾ ആണോ എന്ന് പറയുന്നത്. വെറ്റബിൾ ആണെങ്കിൽ അവിടെ ഒരു അക്യൂട്ട് ആംഗിളും, നോൺ വെറ്റബിൾ ആണെങ്കിൽ അവിടെ എന്താണ്? ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പം വെറ്റബിലിറ്റി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ സർഫസ് ആൻഡ് ലിക്വിഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത്, പ്രോപ്പർട്ടി യൂട്ടിലൈസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെഡ് ഷോർട്ട്സ് ഈസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ലെഡിന്റെ ചെറിയ ചെറിയ ഷോർട്സുകൾ അല്ലേ? അപ്പോൾ ഈ ലെഡ് ഷോർട്സിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊരു സ്പെറിക്കൽ ഷേപ്പാണ്. നമ്മുടെ ലെഡിന്റെ ഷോർട്സ് നമ്മൾ യൂഷ്വലി സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ആ സ്പെറിക്കൽ ഷേപ്പ് നമുക്കറിയാം. സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എഴുതുന്ന ഐഡിയ ഏതായിരിക്കും? സർഫസ് ടെൻഷൻ ആണ് അല്ലേ? ലിക്വിഡ് സർഫസുകൾ പൊതുവെ അവരുടെ ഏത് ഷേപ്പിലാണ്? സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട്, അതായത് സർഫസ് ടെൻഷൻ എപ്പോഴും സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പിലാണ്. സർഫസ് ഏരിയ ഏറ്റവും കുറവ് സ്ഫിയറിനാണ്. അതുകൊണ്ട് അവർ ഏത് ഷേപ്പിലാവും? സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും. ഓക്കെ. അപ്പോൾ അതാ നോക്കിയേ, പ്രോപ്പർട്ടി യൂട്ടിലൈസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെഡ് ഷോർട്ട്സ് ഈസ്. ലെഡ് ഷോർട്ട്സ് മേക്ക് ചെയ്യുമ്പം ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഷേപ്പ് റെഡ്യൂസ് ചെയ്ത് സ്പെറിക്കൽ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്പെറിക്കൽ ലെഡ് ബോൾസ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്ഫിയർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇവിടെ ലെഡ് ഷോർട്ട്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്പെറിക്കൽ ലെഡ് ഷോർട്ട്സിൻ്റെ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അടുത്ത നോക്കിയേ, റെയിൻ ഡ്രോപ്സ് സ്പെറിക്കൽ ഷേപ്പ് ആവാനുള്ള റീസൺ അതെന്താണ്? സർഫസ് ടെൻഷൻ ആണ്. എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് റെയിൻ ഡ്രോപ്സ് സ്പെറിക്കൽ ഷേപ്പ് ആവാനുള്ള കാരണം. സർഫസ് ടെൻഷൻ, ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ വാട്ടറിന്റെ സർഫസിലൂടെ നടക്കാൻ കാരണം സർഫസ് ടെൻഷൻ. ഓക്കെ. പിന്നെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്
ഓർത്ത് വെക്കുക, സോപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സൊല്യൂഷനിലേക്ക് സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോപ്പ് ആഡ് ചെയ്യുമ്പം സർഫസ് ടെൻഷൻ കുറയ്ക്കും. സോപ്പ് എപ്പോഴും സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ. എന്ത് കൂടുമ്പോഴാണ് സർഫസ് ടെൻഷൻ കുറയുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് സർഫസ് ടെൻഷൻ കുറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമുക്ക് വാട്ടറൊക്കെ നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഡയറക്റ്റ് വെള്ളം വെച്ച് നമ്മൾ തുണിയൊക്കെ കഴുകാൻ നോക്കുമ്പോൾ ആ തുണിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യത്തില്ല, വെള്ളം അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് വെള്ളം നല്ല രീതിയിൽ ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മുടെ തുണി ഇടുമ്പോൾ എന്ത് പറ്റും, വെള്ളം ചൂടാക്കുമ്പം അവിടുത്തെ വാട്ടറിന്റെ സർഫസിലുണ്ടാകുന്ന സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് കുറയുമ്പോഴത്തേക്ക് വെള്ളം ഈസി ആയിട്ട് നമ്മുടെ തുണിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് തുണിയിലോട്ട് പെട്ടെന്ന് വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി ആലോചിക്കുക, വാട്ടറിന്റെ ടെമ്പറേച്ചർ വാട്ടറിനെ നമ്മളൊന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇത്രയും തെറ്റാണേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ്ട്രാ പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സസ് പ്രഷറിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സോപ്പ് ബബിളും എയർ ബബിളിന്റെയും രണ്ട് കേസസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു സോപ്പ് ബബിളിൽ ഉണ്ടാവുന്ന എക്സസ് പ്രഷറും അതുപോലെ തന്നെ എയർ ബബിളിൽ ഉണ്ടാവുന്ന എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ. ഒരു എയർ ബബിളിന്റെ കേസിൽ ഉണ്ടാവുന്ന എക്സസ് പ്രഷർ 2 × സർഫസ് ടെൻഷൻ ബൈ ആർ ആണ്. എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 2 times സർഫസ് ടെൻഷൻ ബൈ ആർ. പക്ഷെ ഒരു സോപ്പ് ബബിളിന്റെ കേസിൽ എക്സസ് പ്രഷർ 4 × സർഫസ് ടെൻഷൻ ബൈ ആർ. ഓർത്ത് നോക്കണേ, ഒരു എയർ ബബിൾ ആണെങ്കിൽ സർഫസ് ടെൻഷൻ 2 × സർഫസ് ടെൻഷൻ ബൈ ആറും, സോപ്പ് ബബിൾ ആണെങ്കിൽ സർഫസ് ടെൻഷൻ 4 × സർഫസ് ടെൻഷൻ ബൈ ആർ ആണ്. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മൾ എക്സസ് പ്രഷർ സോപ്പ് ബബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോപ്പ് ബബിളിൽ ഉണ്ടാകുന്ന എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4 times സർഫസ് ടെൻഷൻ ബൈ റേഡിയസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കിയേ, ഈ റേഡിയസ് ഇതിന് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ? സർഫസ് ഇവിടുത്തെ എക്സസ് പ്രഷറും റേഡിയസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അപ്പോൾ എക്സസ് പ്രഷറും റേഡിയസും 1/r റിലേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. റിലേഷൻഷിപ്പ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കണം, ഈ എക്സസ് പ്രഷറിന്റെ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, എയർ ബബിൾ ആണെങ്കിൽ 2 times സർഫസ് ടെൻഷൻ ബൈ ആറും, ഒരു സോപ്പ് ബബിൾ ആണെങ്കിൽ 4 times സർഫസ് ടെൻഷൻ ബൈ ആറും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 4 times സർഫസ് ടെൻഷൻ ബൈ ആറാണ്. രണ്ട് കേസിലും പ്രഷർ 1/r റിലേഷൻഷിപ്പ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് പ്രഷർ കൂടുതലാണെങ്കിൽ റേഡിയസ് കുറവായിരിക്കും, റേഡിയസ് കൂടുന്നിടത്ത് പ്രഷർ കുറവായിരിക്കും. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സോപ്പ് സൊല്യൂഷന്റെ സർഫസ് ടെൻഷൻ തന്നിരിക്കുന്നു 25 × 10⁻³ അങ്ങനെയാണെങ്കിൽ എക്സസ് പ്രഷർ ഓഫ് ഡയമീറ്റർ, ഒരു സോപ്പ് ബബിളിന്റെ എക്സസ് പ്രഷർ. അപ്പം നമുക്കറിയാം സോപ്പ് ബബിളിന്റെ കേസിൽ 4 times സർഫസ് ടെൻഷൻ ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് പ്രഷർ കിട്ടും. അപ്പോൾ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ആ തന്നിരിക്കുന്നത് 1 സെന്റിമീറ്റർ. അപ്പം നിങ്ങൾ നോക്കി, റേഡിയസ് എന്താ, ഡയമീറ്ററിന്റെ ഹാഫ് ആണ് അല്ലേ. 1ന്റെ പകുതി എന്ന് പറയുമ്പം ഹാഫ് ആണ്. 1/2 സെന്റിമീറ്റർ ആണ് റേഡിയസ്, അതായത് 0.5 സെന്റിമീറ്റർ അതായിരിക്കും റേഡിയസ്. ഇനി നമുക്ക് റേഡിയസ് സെന്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കണം അല്ലേ. 1 സെന്റിമീറ്റർ 10⁻² മീറ്റർ ആണ്, 10⁻². അപ്പോൾ അതാ നോക്കിയേ, 4 × 25 × 10⁻³ ബൈ 0.5 × 10⁻². ഓക്കെ, അപ്പോൾ ഈ -2 ഞാൻ അങ്ങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോവാണേ. 4 × 25 × 10⁻³ ഈ 10⁻² ന്യൂമറേറ്ററിൽ വരുമ്പം അത് 10⁻+2 ആവും ബൈ 0.5. ഓക്കെ, അപ്പോൾ -3 + 2 നമുക്കറിയാം, -3യും +2 വന്നാലും ഡിഫറൻസ് എടുക്കുന്നു. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1, വലിയ സിമ്പൽ മൈനസ് വരുന്നു. അപ്പോൾ 4 × 25 × 10⁻⁻1 ബൈ 0.5. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ നോക്കിയേ, 4 × 25
ഇൻറ്റു 10⁻⁻1 ന്യൂമറേറ്ററിൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴത്തെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ പോയിന്റ് അങ്ങ് പോകും. അപ്പം നമുക്ക് 5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് 4 × 25 × 10⁻1/0.5 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കളയണ്ടേ? പോയിന്റ് കളയണമെങ്കിൽ എപ്പോഴും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് മാറി നമുക്ക് 5 എന്ന് കിട്ടി. അപ്പോൾ അതാ നോക്കിയേ, 10⁻⁻1ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരാൾ -1 ഒരാൾ +1. അപ്പോൾ നമുക്ക് ഈ ടേം മൊത്തത്തിൽ അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 × 25/5 ആണ്. 4 × 25, 4 25s are 100. 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 20 പാസ്കൽ. പാസ്കൽ ആണ് നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ആണ്, 20 പാസ്കൽ. എക്സസ് പ്രഷർ ഇൻ എ സോപ്പ് ബബിൾ. ഓർത്ത് വെക്കുക, സോപ്പ് ബബിൾ ഉണ്ടാവുന്ന എക്സസ് പ്രഷർ 40/R ആണ്. അപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ 20 എന്ന് കിട്ടി. ഇനി എയർ ആണെങ്കിൽ 2T/R ആണ്. അതായത് ഇപ്പം കിട്ടിയതിൻ്റെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 2 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയതിൻ്റെ പകുതി, അതായത് 10 ആയിരിക്കും എയറിൻ്റെ കേസിലുള്ള എക്സസ് പ്രഷർ. ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അതായത് നമുക്ക് സോപ്പ് ബബിളിൻ്റെ 40/R ആണ്. എയർ ഇപ്പോൾ ഈ 4നെ നമുക്ക് ഈ 2 കിട്ടണമെങ്കിൽ ഇവിടെ × 2 ഇവിടെയും /2 ചെയ്യുമ്പോഴല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പം കിട്ടിയതിൻ്റെ ഹാഫ് വാല്യൂ ആയിരിക്കും എയറിൻ്റെ കേസിൽ ഉണ്ടാകുന്ന എക്സസ് പ്രഷർ. 10 ആയിരിക്കും എയർ ബബിളിൻ്റെ കേസിലുള്ള എക്സസ് പ്രഷർ, 20 ആണ് സോപ്പ് ബബിളിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മുടെ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്തു. അപ്പം നിങ്ങൾ ഈ ഒരു സെക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് വിഷസ്.